Hi everyone, let's start the live discussion section. നമ്മുടെ ബ്രില്യന്റിനോടൊപ്പം MBBS എന്നുള്ള ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ഇയറിനകത്തെ ലാസ്റ്റ് രണ്ട് ടോപ്പിക് ഓസിലേഷൻ ആൻഡ് വേവ്സ് ഫിസിക്സിലെ രണ്ട് ലാസ്റ്റ് ടോപ്പിക്കാണ്. റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ്, വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ടോപ്പിക്കിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ യെസ് 2017 തൊട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ഈ 2017 നമുക്ക് ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് വേവ്സിൽ നിന്ന് ഓസിലേഷനായിട്ട് ചോദിച്ചത്. പക്ഷേ തൊട്ടടുത്ത വർഷം അത് 3 ക്വസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 19 3 ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ 20-21 2 ക്വസ്റ്റൻ വീതം ചോദിക്കുന്നുണ്ട്. ഓസിലേഷൻ വേവ്സ് റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് രണ്ടും കമ്പൈൻഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആവറേജ് നമുക്ക് നോക്കുമ്പോൾ ഒരു 2 ക്വസ്റ്റിന് മുകളിലോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്യുക, അത് ശ്രമിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് നോക്കുക, എ ബോഡി ഓഫ് മാസ് 400 gram makes 5 SHM in 40 seconds on a line of length 20 cm. 20 cm ലെങ്ത് ഉള്ള ഒരു ലൈനിലൂടെ ഒരു ബോഡി SHM-ലാണ് 40 സെക്കൻഡ് 5 SHM എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദ മാക്സിമം റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ്. മാക്സിമം റീസ്റ്റോറിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്കറിയാം F പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ് അല്ലേ? പിന്നെ മാഗ്നിറ്റ്യൂഡ് എഴുതുവാണ് നമുക്ക് F ഈസ് ഈക്വൽ ടു KX എന്ന് എഴുതാം അല്ലേ? മാഗ്നിറ്റ്യൂഡ് F ഈസ് ഈക്വൽ ടു KX. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. എല്ലാവരും തന്നെ എൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിയാണെന്ന് നോക്കാം. F ഈസ് ഈക്വൽ ടു KX ൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്താ? എക്സിൻ്റെ മാക്സിമം വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു K ഇൻറ്റു A ആണ് അല്ലേ? ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഒരു SHM നടക്കുന്ന ലൈനിൻ്റെ ലെങ്ത് ആണോ ആംപ്ലിറ്റ്യൂഡ്? അല്ല, ലൈൻ്റെ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു SHM നടക്കുന്ന ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ലൈൻ്റെ ലെങ്ത് നമ്മൾ പറയുന്നത് ഇത് മീൻ പൊസിഷൻ x ഈക്വൽ ടു 0, ഇത് എക്സ്ട്രീം പൊസിഷൻ പോസിറ്റീവ് എക്സ്ട്രീം പ്ലസ് എ, ഇത് നെഗറ്റീവ് എക്സ്ട്രീം മൈനസ് എ അല്ലേ? പ്ലസ് എ തൊട്ട് മൈനസ് എ വരെയുള്ള മൊത്തം ആ ഡിസ്റ്റൻസ് ആണ് എത്ര? 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലൈൻ്റെ ലെങ്ത് അല്ലേ? എല്ലാവർക്കും അറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? മീൻ പൊസിഷനിൽ നിന്ന് പോസിറ്റീവ് എക്സ്ട്രീം വരെയോ നെഗറ്റീവ് എക്സ്ട്രീം വരെയുള്ള ആ ഒരു ലെങ്ത് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും മീൻ പൊസിഷൻ അല്ലേ പറയാം. അങ്ങനെ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കേണ്ടത് 20യുടെ എത്രയാണ്? പകുതിയാണ്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? സെൻറ്റിമീറ്റർ ആണ്, മീറ്ററിലോട്ട് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്, നമുക്ക് കെയുടെ വാല്യൂ അറിയില്ല അല്ലേ? കെയുടെ വാല്യൂ തന്നിട്ടില്ല. ഫോഴ്സ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ എന്താ? എൻ്റെ ജനറൽ ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ അല്ലേ? അപ്പോൾ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടായി, ഒമേഗ അറിയില്ല. ഒമേഗ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം അറിയോ? ഒമേഗ ടൈം പീരീഡ് റിലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. 5 SHM-ൻ്റെ ടൈം 40 സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ? 5 SHM-ൻ്റെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു SHM-ൻ്റെ ടൈമായി ടൈം പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. ഒരു SHM-ൻ്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ T ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 5 SHM ടൈം 5T ആയി. 5T ഈസ് ഈക്വൽ ടു എത്രയാണ്? 5T ഈസ് ഈക്വൽ ടു 40 സെക്കൻഡാണ്. 5T ഈസ് ഈക്വൽ ടു 40 സെക്കൻഡാണ്. T ഈസ് ഈക്വൽ എത്രയാണ്? 8 സെക്കൻഡാണ്. അപ്പോൾ ടൈം പീരീഡ് കിട്ടി, അത് 8 സെക്കൻഡാണ്. ഒമേഗ വേണം. ഒമേഗ ഈസ് ഈക്വൽ ടു വി നോ 2π/T ആണ്. 2π/T നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 2π/T ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ m ഒമേഗ സ്ക്വയർ ആണ്. m എത്രയാണ്? 400 gram ആണ്. 400 gram ആണ്. ഗ്രാമിനെ കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്യണം. 400 ഇൻറ്റു 10⁻³ കറക്റ്റ് അല്ലേ? ഇൻറ്റു K ഇൻറ്റു m ഒമേഗ സ്ക്വയർ. ഒമേഗ എത്രയാണ്? 2π/T. അപ്പോൾ 2π ഡിവൈഡ് ബൈ T എത്ര കിട്ടി? 8 സെക്കൻഡ് കിട്ടി. അതിൻ്റെ സ്ക്വയർ എടുക്കണം, കറക്റ്റ് അല്ലേ? യെസ്. ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എടുക്കണം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 10 ആണ്. 10 സെൻറ്റിമീറ്റർ ആണ്. 10 ഇൻറ്റു 10⁻² എന്ന് വരും. ഓക്കെ ആണല്ലോ? യെസ്, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റി. ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 10⁻² ഇവിടെയുണ്ട്. 10⁻³ ഉണ്ട്. 2ൻ്റെ സ്ക്വയർ 4 ഉണ്ട്. പൈയുടെ സ്ക്വയർ 10 ആയിട്ട് എടുക്കാൻ ക്വസ്റ്റിനകത്ത് പറയുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? ഇൻറ്റു ഇവിടെ ഒരു 10 ഉണ്ട്. 10 ഇൻറ്റു 10⁻² ഉണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ താഴെ 64 ഉണ്ട്. കറക്റ്റ് അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തി. 4 ഇൻറ്റു 4 16, 16 64, താഴെ 4 വന്നു. യെസ്. 10⁻², 10⁻10, 10⁻3, 10⁻3, 10⁻³ ക്യാൻസൽ ആയിപ്പോയി. വളരെ സിമ്പിളായിട്ട് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു 1/4.25. ഇവിടെ ഒരു 10⁻1 വരുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? 10⁻³ ക്യാൻസൽ ആയിപ്പോയി. ദിസ് ഇസ് ഈക്വൽ ടു 0.025 എന്താ? ഫോഴ്സ് ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ക്വസ്റ്റൻ നമ്പർ 2 ആണ് കറക്റ്റ്. സോറി, ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ 2 എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകും അല്ലേ? ക്വസ്റ്റൻ നമ്പർ 2ലേക്ക് വരാം. യെസ്.
ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കുക. A body makes 5 SHM according to equation is given in SI unit ആണ് തന്നിരിക്കുന്നത്. X is equal to 5 cos 2 pi t plus pi by 4. Its instantaneous displacement at t is equal to 1 second. Okay. അപ്പോൾ t is equal to 1 സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം അല്ലേ. നമ്മുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലോ. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് x is equal to 5 cos 2 pi t പ്ലസ് എന്താ തന്നിരിക്കുന്നത് പൈ ബൈ 4 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രഷൻ ആണ് അല്ലേ. ഈ എക്സ്പ്രഷനകത്ത് നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഏതാണ് അവർ പറഞ്ഞിരിക്കുന്ന ടൈം, ആ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാണ് അവർ പറഞ്ഞിരിക്കുന്ന ടൈം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ടിക്ക് 1 സെക്കൻഡ് കൊടുക്കുക. ദെൻ x is equal to 5 cos 2 pi അല്ലേ. 2 pi into t അവിടെ 2 pi വന്നു, പ്ലസ് എന്ത് വന്നു? പൈ ബൈ 4 വന്നു. എന്താ വളരെ സിമ്പിളാണ് ആ ഫേസിൻ്റെ ഐഡിയ. അത് ആഡ് ചെയ്ത് എഴുതാനൊന്നും പോകണ്ട, അല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. 2 pi പ്ലസ് തീറ്റ എന്നുള്ള ഫോമിലാണ് അല്ലേ. 2 pi പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 pi പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? കോസിൻ്റെ വാല്യൂ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണ് 2 pi പ്ലസ് തീറ്റ എന്ന് പറയുന്നത് അല്ലേ. ദെൻ x is equal to എങ്ങനെ എഴുതാം? 5 cos എന്ത് തന്നെയാണ്? 2 pi പ്ലസ് ഈ തീറ്റയുടെ സ്ഥാനത്ത് പൈ ബൈ 4 അല്ല, എന്ത് തന്നെയാണ് അത്? കോസ് പൈ ബൈ 4 തന്നെയാണ്. മനസ്സിലായല്ലോ? വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമല്ലോ. 2 pi ആംഗിളും കൂടെ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇറ്റ് ബിക്കം x is equal to 5 into cos പൈ ബൈ 4 cos 45 എത്രയാണ്? 1/√2. SI യൂണിറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഗിവൺ ഡേറ്റ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 5/√2 എത്രയാണ്? മീറ്റർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഒരാളുടെ പോലും തെറ്റിയില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ. എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് 5/√2 മീറ്റർ ആണ്. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് അല്ലേ. യെസ്, നമുക്ക് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും തന്നെ ഒരു പേന പോലും കയ്യിലെടുക്കാതെ ആൻസർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അല്ലേ. നമുക്ക് നോക്കാം. ദ ടൈം പീരീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ്, ടൈം പീരീഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം പീരീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഈക്വൽ ടു ദി ടൈം ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് അപ്പിയറൻസ്. തുടർച്ചയായിട്ട് അപ്പിയർ ചെയ്യുന്ന ഏത് പൊസിഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ ഇറ്റ്സ് മോഷൻ. ദിസ് പോയിന്റ് ഈസ്, എനിക്കറിയാം ഇതാരും ഒരു 10 സെക്കൻഡ് പോലും ടൈം എടുക്കാതെ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിന് മുമ്പ് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SHMൽ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റാണ് എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പൊസിഷനിൽ എത്തുന്ന സമയം തന്നെയാണ്. പക്ഷേ അതൊരു ഫേസിൽ തന്നെ എത്തണം അല്ലേ. ഒരേ ഡയറക്ഷൻ തന്നെ പോകുന്നൊരു സിറ്റുവേഷനാണ് വരേണ്ടത്. നമുക്കൊരു ലൈൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ SHMൽ ഒരു ലൈൻ SHM കൺസിഡർ ചെയ്യാൻ വേണ്ടി ലൈൻ കൺസിഡർ ചെയ്യാം. യെസ്, എല്ലാവരും ആൻസർ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇത് മീൻ പൊസിഷൻ x is equal to 0, ഇത് പ്ലസ് എ പൊസിഷൻ, ഇത് മൈനസ് എ പൊസിഷൻ. നമുക്കറിയാം ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കൊരു ഓസിലേഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഈ എക്സ്ട്രീം പൊസിഷൻ പറയുന്നത് വെച്ചാൽ എക്സ്ട്രീം പൊസിഷൻ ഇവിടെ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യും t is equal to 0 അവിടെ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ചിന്തിച്ചാൽ, അല്ല ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഓസിലേഷൻ ആണ്, ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷനായി അല്ലേ. പക്ഷേ ഞാൻ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. നോക്കിയേ x is equal to 0 മീൻ പൊസിഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ആ ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് എക്സ്ട്രീമിൽ പോയി അത് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയില്ല. അതിൽ വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഡയറക്ഷനിലാണ് പോകുന്നത്, അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ ഇങ്ങോട്ടാണ് വരുന്നത്. ഫേസ് ഡിഫറൻസ് ഉണ്ട് കണ്ടോ. അവർ ഒരേപോലെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ചിവിടെ വന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. മീൻ പൊസിഷനിൽ നമുക്ക് കൺസിക്യൂട്ടീവ് ആയിട്ട് ഇവിടെ നിന്ന് പോയി ഇവിടെ തന്നെ ഒരു തവണയും കൂടെ വരുമ്പോൾ ഒരു ഓസിലേഷൻ ആയില്ല, അതിൻ്റെ പകുതി ആയിട്ടുള്ളൂ. അതുപോലെ മീൻ പൊസിഷനും പോസിറ്റീവ് എക്സ്ട്രീമിന് ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്താൽ അങ്ങോട്ട് പോകുമ്പം ഒരു തവണ ആ പോയിന്റിലൂടെ പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോഴും ഒരു തവണ പോയിന്റിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓസിലേഷൻ ആയിട്ടില്ല. ശരിയല്ലേ. ഇനി അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഈ പോയിന്റിലൂടെ വരുമ്പോൾ തന്നെ ഒരു ഓസിലേഷൻ ആദ്യം നമുക്കറിയാം തിരിച്ച് വീണ്ടും വരേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. കറക്റ്റ് അല്ലേ. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ വീണ്ടും വരുന്ന ഒരു 2 കൺസിക്യൂട്ടീവ് അപ്പിയറൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അത് എക്സ്ട്രീം പൊസിഷനാണ് അല്ലേ. ഈ പോസിറ്റീവ് എക്സ്ട്രീമിൽ അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അല്ല അവിടെ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് എക്സ്ട്രീമിൽ നിന്ന് ഈ നെഗറ്റീവ് എക്സ്ട്രീമിൽ ചെന്നു വീണ്ടും ഈ പോസിറ്റീവ് എക്സ്ട്രീമിൽ വന്നു ഒരു ഓസിലേഷൻ. അപ്പോൾ അവിടെ 2 തവണ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 കൺസിക്യൂട്ടീവ് അപ്പിയറൻസ് കൊണ്ട് നമുക്ക് ടൈം പീരീഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ദ പാർട്ടിക്കിൾ എവിടെയായിരിക്കണം, പോയിന്റ് എവിടെയായിരിക്കണം, ദിസ് പോയിന്റ് ഈസ് എവിടെയായിരിക്കണം, അത് എക്സ്ട്രീം പൊസിഷൻ ആയിരിക്കണം. ആൻഡ് എക്സ്ട്രീം പൊസിഷൻ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് വൺ. ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. ക്ലിയർ ആയല്ലോ. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്.
വളരെ എളുപ്പം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. നോർമലി നിങ്ങൾ ഏത് തരം പ്രിപ്പറേഷനകത്തും കാണുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. SHMലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The kinetic energy and potential energy of particle executing SHM will be equal when displacement. Displacement എവിടെ എത്തുമ്പോഴാണ് kinetic energy potential energy ഈക്വൽ ആവുന്നത്. ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. കൈനറ്റിക് എനർജിക്കകത്ത് ഡിസ്പ്ലേസ്മെൻ്റ് റിലേഷൻ വരുത്തണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മേ ബി നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ വളരെ സിമ്പിളായിട്ട് അറിയാം. U is equal to half kx². എല്ലാവർക്കും അറിയാം. ചിലർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും. വെലോസിറ്റിയുടെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് റിലേഷൻ വരുത്താൻ പറ്റുമെന്നുള്ളത് അല്ലേ. ഹാഫ് kx² ആണ് പൊട്ടൻഷ്യൽ എനർജി. അതിനകത്ത് പൊസിഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡിയ ഉണ്ട്. ഇനി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാം, അത് ½ mv² ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരുത്തണം. വിയുടെ വി മാറ്റിയിട്ട് അവിടെ ഒരു പൊസിഷൻ്റെ ഒരു ഐഡിയ വരുത്താൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ കയ്യിലുണ്ട്. അത് ഞാൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ള റിലേഷൻ തന്നെയാണ്. ഏതൊരു ഇൻസ്റ്റൻറ്റിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി v is equal to omega into root of എന്താ a² - x². കറക്റ്റ് അല്ലേ. അപ്പോൾ ഏതൊരു പൊസിഷനിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാം. സപ്പോസ് നമുക്ക് മീൻ പൊസിഷനിലെ വെലോസിറ്റി ആണെന്ന് വിചാരിച്ചോ. മീൻ പൊസിഷൻ x എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ √(a²) a വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ v സിയിൽ എന്ത് വന്നു? a ഒമേഗ വന്നു. മാക്സിമം വെലോസിറ്റി മീൻ പൊസിഷൻ നമുക്കറിയാം, എക്സ്ട്രീമി 0 ആണെന്നറിയാം. അപ്പോൾ ഏതൊരു പൊസിഷനിൽ വെലോസിറ്റി കിട്ടാൻ വേണ്ടി ഈ റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കൈനറ്റിക് എനർജി ബിക്കം ½ × m × omega² × a² - x² എന്ന് വന്നു. കറക്റ്റ് അല്ലേ? രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യലും ഇക്വേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കൈനറ്റിക് എനർജി ½ m omega² × a² - x² ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ½ kx². ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പേ നമ്മൾ എഴുതുകയും ചെയ്തതാണ്. കെ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് കോൺസ്റ്റന്റ് k ഈസ് ഈക്വൽ ടു m omega² ആണ്. ഇവിടെ m omega² ഉണ്ട്, ഇവിടെ k ഉണ്ട്, ക്യാൻസൽ ആയിപ്പോയി, ഹാഫ് ക്യാൻസൽ ആയിപ്പോയി. ദെൻ വി ഗെറ്റ് ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? a² - x² ഉള്ളത്. റൈറ്റ് സൈഡിലോ x² ഉണ്ട് അല്ലേ. വേണ്ടത് x എന്നുള്ള ഒരു പൊസിഷൻ അല്ലേ, രണ്ട് എനർജി ഈക്വൽ ആവുന്ന ഒരു പൊസിഷൻ എവിടെയാണെന്നല്ലേ. ദെൻ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 2x² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? a എന്ന് കിട്ടി, a² എന്ന് കിട്ടി അല്ലേ. ദെൻ x² ഈസ് ഈക്വൽ ടു a²/2 ആണ്. x ഈസ് ഈക്വൽ ടു a/√2 ആണ് അല്ലേ. ഞാൻ ആംപ്ലിറ്റ്യൂഡ് എ എന്നുള്ള ക്യാപിറ്റൽ എ എന്നുള്ള ലെറ്റർ കൊടുത്തത്. പക്ഷേ ക്വസ്റ്റിനകത്ത് എനിക്ക് തോന്നുന്നു അത് ആംപ്ലിറ്റ്യൂഡ് സ്മോൾ എ ആണ്. അപ്പം നമുക്ക് ആൻസർ എഴുതുമ്പോൾ x ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ a/എന്താണ്? √2 ആണ്. ക്ലിയർ ആയല്ലോ? വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, ആൻസർ വെരിഫൈ ചെയ്ത് പോവുക, നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, എ ബോഡി ഓഫ് മാസ് m ഈസ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് k. അപ്പോൾ ഒരു ബോഡി നമ്മൾ സ്പ്രിങ്ങിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മാസ് എത്രയാണ്? ക്യാപിറ്റൽ M ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണ്. വെൻ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദി സ്പ്രിംഗ് ഈസ്. ഓക്കെ, നമുക്ക് ആ ബോഡിയിൽ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, ഒരല്പം ചിന്തിക്കണം തോന്നും, എങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. രണ്ട് റിലേഷൻസ് എഴുതുക, റിലേറ്റ് ചെയ്യുക, നമ്മുടെ ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയേക്കാം. നിങ്ങൾ ചെയ്തോളുക. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയേക്കാം. ഞാനൊരു സ്പ്രിങ് കൺസ്ട്രക്ട് ചെയ്തു, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റിജിഡ് സപ്പോർട്ടിൽ. അതിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മാസ് ക്യാപിറ്റൽ M ആണ്. സ്പ്രിങ് കുറച്ച് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സ്പ്രിങ്ങിനുണ്ടായ സ്ട്രെച്ചിങ് x ആണെന്ന് വിചാരിച്ചു. സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുകളിലോട്ട് സ്പ്രിങ് ഫോഴ്സ് kx ആക്ട് ചെയ്യുന്നുണ്ട്. താഴോട്ട് അതിൻ്റെ വെയിറ്റ് mg അത് ബാലൻസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, kxഉം mgയും ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനകത്ത് ഇപ്പോൾ ഈ സ്പ്രിങ്ങിനകത്ത് ആ സ്ട്രെച്ചിങ് കൊണ്ട് എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തുമാത്രം എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു ½ kx² ആണ്. ഓക്കെ, ഒരു ചെറിയ പ്രശ്നമുള്ള നമുക്ക് എക്സിൻ്റെ ടേംസിൽ ഓപ്ഷനകത്ത് എക്സ് ഒന്നുമില്ല കണ്ടോ. ഓപ്ഷനകത്ത് എക്സ് ഒന്നുമില്ല. അപ്പോൾ എക്സിനെ നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ. ഇക്വിലിബ്രിയം മീൻസ് നെറ്റ് ഫോഴ്സ് 0 ആണ്. ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? mg ആണ്. അത് അപ്വേർഡ് ആയിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? kx ആണ്. അതിൽ നമുക്ക് x കിട്ടി. x ഈക്വൽ ടു എന്താണ്? mg/k ആണ് അല്ലേ. എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ കെയുടെ ടേംസിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നമ്മൾ ആ രീതിയിലേക്ക് മാറ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് x ആണ് കൊടുക്കേണ്ടത്, mg/k എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? യെസ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബിക്കം പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു ½ kx² ആണ്. x ഇതല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m² g² ഡിവൈഡഡ് എന്ത് കിട്ടി? k² എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഒരാൾക്കും സംശയം തോന്നുന്നില്ല അല്ലേ. എല്ലാം തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് കെയുടെ ഒരു ടൈം ക്യാൻസൽ ആയി പോയി. ആൻഡ് ദെൻ ഇറ്റ് ബിക്കം യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എം സ്ക്വയർ ജി സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര കിട്ടി? 2k എന്ന് കിട്ടി. എല്ലാം ഓക്കെ ആണോ? എം സ്ക്വയർ ജി സ്ക്വയർ ബൈ 2k ഏത് ഓപ്ഷൻ ശരി? ഒരാളുടെ പോലും തെറ്റിയിട്ടില്ല അല്ലേ? എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആണ്. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല, കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു അനാലിസിസ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ശരിയാണ് അല്ലേ? ആരും തന്നെ ഒന്നും തന്നെ തെറ്റിയിട്ടില്ല. ഒരു സംശയമില്ല, നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ച് കാണുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ NCERT ബുക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയത് അല്ലേ? ഫേസ് ഡിഫറൻസ് വെച്ചുള്ള ഒരു ക്വസ്റ്റൻ വായിച്ചു നോക്കിയേ. 2 SHMs are respectively represented by y1 is equal to yes, y1 is equal to രണ്ട് SHMന്റെ റിലേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണാം. 2 SHMs are respectively represented by y1 is equal to a sin omega t minus kx ആണ്. y2 is equal to b cos omega t minus kx ആണ്. The phase difference between the two. ആ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റുകൾക്കിടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഫേസ് ഡിഫറൻസ് ഫേസിലേക്ക് നോക്കിയപ്പം അതിനകത്ത് ഫേസ് ഒമേഗ ടി മൈനസ് കെ എക്സ്, അടുത്തതിനകത്ത് ഫേസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളാരും അങ്ങനെ ചെയ്തിട്ടില്ല, ചിലപ്പോൾ അങ്ങനെ സംശയം തോന്നിക്കാണും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ നോക്കിയപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ല എന്നൊരു ഓപ്ഷനും ഇല്ല, 0 എന്നുള്ളൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു മിസ്റ്റേക്ക് നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒന്ന് സൈൻ്റെ ഫംഗ്ഷനാണ്, മറ്റൊന്ന് കോസിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ? സൈൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷനിൽ തന്നെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ സൈൻ്റെയൊക്കെ വേവ് ഫോം വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അറിയാവുന്ന കാര്യം തന്നെ. സൈൻ്റെ വേവ് ഫോം നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ കോസിൻ്റെ വേവ് ഫോം വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കും? കോസിൻ്റെ വേവ് ഫോം നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ശരിയല്ലേ? ഓക്കെ, ഇതിന് എത്ര ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്? ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് 0, അടുത്തത് പോസിറ്റീവ് മാക്സിമത്തിലാണ്. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. സൈനിൽ നിന്ന് കോസിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാത്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണേൽ സൈൻ്റെ ഒരു സെക്കൻഡ് ടൈമിന് ഒന്ന് മാറ്റി എഴുതേക്കാം. ദാറ്റ് ഈസ് y1 is equal to ഫേസ് ഡിഫറൻസ് π/2 എന്ന് എല്ലാവരും കിട്ടി, 90 ഡിഗ്രി എന്ന് എല്ലാവരും കിട്ടി. ഒന്നുകൂടെ ഒന്ന് എഴുതുന്നുള്ളൂ. y1 is equal to a sin ഒമേഗ ടി മൈനസ് കെ എക്സ് അല്ലേ? ഇതാണ് y1. y2 ഈസ് ഈക്വൽ ടു ബി, നോക്കിയേ, ബി കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. കോസിനെ നമുക്ക് സൈൻ്റെ ടേംസിലേക്ക് മാറ്റാമല്ലോ. സൈൻ 90 പ്ലസ് തീറ്റ, കോസ് തീറ്റ അല്ലേ? സൈൻ 90 പ്ലസ് തീറ്റ, കറക്റ്റ്. അപ്പോൾ സൈൻ 90 π/2 പ്ലസ് ഒമേഗ ടി മൈനസ് കെ എക്സ്, കറക്റ്റ് അല്ലേ? അപ്പോൾ സൈൻ π/2 പ്ലസ് ഒമേഗ ടി മൈനസ് കെ എക്സ്, ഇപ്പോൾ രണ്ടും ഇപ്പോൾ സൈൻ്റെ ഫംഗ്ഷനായി, സിംഗിൾ ഫംഗ്ഷനായിട്ട് സൈൻ്റെ ടേംസിൽ എഴുതാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി ഫേസ് കമ്പയർ ചെയ്യാം. ഇവിടെ ഒമേഗ ടി മൈനസ് കെ എക്സ്, ഇവിടെ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് π/2. ദ ഫേസ് ഡിഫറൻസ് ഈസ് π/2. ആരുടെയും തെറ്റുന്നില്ല, കറക്റ്റ് അല്ലേ? യെസ്, ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ, π/2. ഓക്കെ, മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നേരെ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നമ്മൾ ചിന്തിച്ചേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് എ ബോഡി ഇൻ SHM ഈസ് n. അപ്പോൾ ഒരു SHMലെ ഫ്രീക്വൻസി n ആണ്. വാട്ട് വിൽ ബി ദി ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി? അപ്പോൾ SHMലെ ഫ്രീക്വൻസി, SHMൻ്റെ ഫ്രീക്വൻസി n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SHMൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയേഷൻ്റെ ഫ്രീക്വൻസി n ആണെങ്കിൽ വാട്ട് വിൽ ബി ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി എന്നാണ്. ഓക്കെ, സിമ്പിളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പറയാനൊക്കെ എളുപ്പം. നമുക്ക് ടൈം പീരീഡ് ആയതുകൊണ്ട് ടൈം പീരീഡിൻ്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലൈൻ കൺസിഡർ ചെയ്യാം. ലൈൻ്റെ ലെങ്ത് 2a ആണ്. അപ്പോൾ ഇത് മീൻ പൊസിഷൻ x is equal to 0, ഇത് +a ആണ്, ഇത് -a ആണ്. നമുക്കൊരു ഓസിലേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഒരു ബോഡി t is equal to 0 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെ തിരിച്ചു വന്നു, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ദാറ്റ് ടൈം ഈസ് t. ഇതാണ് SHMൻ്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ T. ഓക്കെ, SHMൻ്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ T ആണ്. SHMൻ്റെ ഫ്രീക്വൻസി 1/t ആണ്, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ SHMൻ്റെ ഫ്രീക്വൻസി ടൈം പീരീഡിന് വാല്യൂ കിട്ടി. ഇനി കൈനറ്റിക് എനർജിയിലേക്ക് വരാം. കൈനറ്റിക് എനർജിയുടെ ഒരു വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്തെത്തുന്ന ടൈം ഏതാണെന്ന് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയാം, എക്സ്ട്രീം പൊസിഷനിൽ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തെത്തുന്ന സമയത്ത് എക്സ്ട്രീം പൊസിഷൻ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? എക്സ്ട്രീം പൊസിഷൻ വെലോസിറ്റി 0 അല്ലേ? ഓക്കെ, എന്നിട്ടല്ലേ തിരിച്ചു പോകുന്നേ? അങ്ങനെ എക്സ്ട്രീം പൊസിഷൻ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആയി. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. അങ്ങനെ ഇനി ആ കൈനറ്റിക് എനർജി വീണ്ടും 0 ആകുന്ന എവിടെ എത്തുമ്പോഴാണ്? അവിടെ തന്നെ തിരിച്ചു വരണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയി, മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആയി. ഇനി ഈ ഒരു എക്സ്ട്രീം പൊസിഷൻ എത്തുമ്പോൾ എന്താണ്? വീണ്ടും കൈനറ്റിക് എനർജി മാക്സിമം ആയി. എനർജി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? ഡയറക്ഷൻ്റെ കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയി കഴിഞ്ഞു അല്ലേ? പക്ഷേ അത് ഈ ഒരു ടൈം ആണോ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈം? അല്ല, അത് എത്രയാണ്? t/2 ആണ് അല്ലേ? എൻ്റെ മീനിങ് എന്താണ്? കൈനറ്റിക് എനർജിയുടെ
ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ SHMൻ്റെ ടൈം പീരീഡിൻ്റെ ഹാഫാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് T/2 ആണ്. അങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസിയോ ന്യൂ ഡാഷ്, ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഡാഷ് എന്ന് വിളിച്ചതേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? T/2 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 2/T ആണ്. കറക്റ്റ് അല്ലേ? 2/T എത്രയാണ്? 1/T. ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് SHMലെ ഫ്രീക്വൻസിയാണ്, SHMൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയേഷൻ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അത് ന്യൂ ആണ്. ദിസ് ഇസ് 2 ടൈംസ് ന്യൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റിനകത്ത് ഫ്രീക്വൻസി കൊടുത്തിട്ട് ലെറ്റർ N അല്ലേ? അപ്പോൾ നമുക്ക് N തന്നെ കൊടുക്കാം. ദറ്റ് ഈസ് 2 ടൈംസ് N എന്ന് കിട്ടി. അപ്പോൾ ഡബിൾ ആണ് ഫ്രീക്വൻസി. ടൈം പീരീഡ് ഹാഫ് ആണ്. അത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കേസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കണക്ട് ചെയ്ത് വെച്ചോണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, എല്ലാം ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ? ഡൗട്ട് ഒന്നോ രണ്ടോ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടതിനകത്ത് കുറച്ച് ചിന്തിച്ച് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 വരാം. ഓസിലേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ an SHM റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ S is equal to √7 sin omega t plus 3 cos omega t എന്നാണ്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വേണം. റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് വേണം. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ അതിനകത്ത് സൈൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻ തന്നിരിക്കുന്നത് അല്ലേ? സൈൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻ തന്നിട്ട് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ഈ ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? √7 ആണ്. ഈ ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് √3 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഫേസർ ID വെച്ച് വേണം സോൾവ് ചെയ്യാം. മേ ബി ഫേസർ അത്ര പരിചയം ഉണ്ടാവുകയില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വേണ്ട. നിങ്ങൾ വേവ്സിലൊക്കെ ഈ സൂപ്പർ പൊസിഷൻ പഠിച്ചപ്പോൾ അവിടെ വേവ്സിൻ്റെ സൂപ്പർ പൊസിഷൻ പറയുമ്പോൾ അവിടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അത് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് A is equal to √ ഇങ്ങനെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. A1² + A2² പ്ലസ് എന്താ 2A1 A2 എന്ത് cos ∅. ഇത് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫേസർ വരച്ചാൽ ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം ഇതിൻ്റെ ഫേസർ വരയ്ക്കണം, ഇതിൻ്റെ ഫേസർ വരയ്ക്കണം, അതിനിടയ്ക്കുള്ള ആംഗിൾ നോട്ട് ചെയ്യണം. എന്നിട്ട് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ആ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാരലോഗ്രാം ലോ ഒക്കെ ഉപയോഗിക്കുകയല്ലേ, വെക്ടർ സമ്മിൻ്റെ ഐഡിയ അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഇതും. ഇവിടെ ∅ നോട്ട് ചെയ്യുക. ∅ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഈ രണ്ട് ടേമിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഒന്ന് സൈൻ്റെ ഫംഗ്ഷനാണ്, മറ്റൊന്ന് കോസിൻ്റെ ഫംഗ്ഷനാണ്. ഇത് sin omega t, ഇത് cos omega t. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? π/2 ആണ്. അപ്പോൾ ∅ എത്രയാണ്? 90 ഡിഗ്രി π/2 ആണ്. അത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ടൈം എത്രയായി പോയി നോക്കിക്കേ? cos 90 വരും. cos 90 എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ഈ ടൈം എത്രയായി പോയി? 0 ആയി പോയില്ലേ? ആ ടൈം 0 ആയി പോയി കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A is equal to എന്ത് വരും? √A1² + A2². മനസ്സിലായല്ലോ അല്ലേ? വളരെ എളുപ്പമുള്ള കാര്യമുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി അത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ A is equal to √A1² + A2². നമുക്ക് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു √A1ൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? √7. എന്നെ സ്ക്വയർ ചെയ്യണ്ടേ? അപ്പോൾ എന്ത് വരും? 7 എന്ന് വരും. പ്ലസ് A2ൻ്റെ വാല്യൂ എത്രയാണ്? A2ൻ്റെ വാല്യൂ കാണാമല്ലോ. A2ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3യുടെ സ്ക്വയർ എത്ര വരും? 9 വരും. 9 + 7 16 വരും. 16ൻ്റെ റൂട്ട് എത്ര വരും? 4 വരും. ഉണ്ടോ? ഇത്ര സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണെന്ന് നോക്കി. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇത്ര സിമ്പിൾ ക്വസ്റ്റനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ശ്രദ്ധിച്ചൊന്ന് വായിക്കുക. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ സമയം എടുക്കും. ശ്രദ്ധിച്ച് ക്വസ്റ്റൻ ഒന്ന് വായിക്കുക. എ ഫോഴ്സ് ഓഫ് 1 Newton റിക്വയർഡ് ടു സ്ട്രെച്ച് എ സ്പ്രിംഗ് ബൈ 1.5 cm. ഒരു സ്പ്രിങ്ങിനെ 1.5 cm സ്ട്രെച്ച് ചെയ്യാൻ വേണ്ട ഫോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 Newton ഫോഴ്സ് ആണ്. ഓക്കെ, അതിൽ നിന്ന് വേണം സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇഫ് ദി സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 3 equal parts. സ്പ്രിങ്ങിൻ്റെ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ NCERT അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും അതൊന്ന് അറിഞ്ഞു വെക്കേണ്ട ഒരു ഐഡിയ തന്നെയാണ്. ഇതിവിടെ 3 equal parts ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ദി ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് 1 part. അതിലൊരു പാർട്ട് 3 cm സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി എത്ര ഫോഴ്സ് വേണം? ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യാം. യെസ്, സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ആണ്, അതിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റുമായി ലെങ്തും തമ്മിലുള്ള റിലേഷനൊക്കെ നമുക്കറിയാം. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് മാറുന്നില്ല, ഒരു കോൺസ്റ്റൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്പ്രിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ലെങ്ത് മാറുന്നുണ്ട് അല്ലേ? ആ മെറ്റീരിയൽ ലെങ്ത് മാറുന്നതുകൊണ്ട് എൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ലെങ്ത് നമ്മൾ റിലേഷൻ ഒരു ഇൻവേഴ്സ് റിലേഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടും അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ സിറ്റുവേഷനകത്ത് നമുക്ക് ആദ്യം ഈ Kയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് വേണേൽ വെക്കാം. കാരണം
അവർ ഫസ്റ്റ് എക്സ്റ്റൻഷനകത്ത് ഫോഴ്സും എന്തും പറയുന്നുണ്ട്, എത്ര ദൂരം പോയി എന്ന് പറയുന്നുണ്ട്, എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, കെ എക്സ് ആണ്. അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കെ എഴുതാം. കെ ഈസ് ഈക്വൽ ടു എന്താ, എഫ് ബൈ എക്സ് ആണ്. കണ്ടോ, എഫ് എത്രയാണ്, 1 ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ എക്സ് എന്താണ്, 1.5 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു യൂണിറ്റ് മാറ്റാൻ തോന്നിയിട്ടുണ്ടാവും. മാറ്റേണ്ട കാര്യമുണ്ടോ? മാറ്റേണ്ട കാര്യമില്ല. കാരണം എന്താ, രണ്ടാമത്തെ സ്ട്രെച്ചിങ്ങും പറഞ്ഞ സെൻറ്റിമീറ്റർ തന്നെയല്ലേ. പിന്നെ സാറിൽ അവിടെ നിൽക്കട്ടെ, വേണേൽ യൂണിറ്റ് എഴുതി വെക്കാം. അപ്പോൾ കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ എന്ത് സെൻറ്റിമീറ്റർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോവാം. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പം യെസ്, നമ്മൾ സ്പ്രിങ്ങിനെ കട്ട് ചെയ്യാൻ പോവാണ്. യെസ്, സ്പ്രിങ്ങിനെ കട്ട് ചെയ്തിട്ട് n ഈക്വൽ പാർട്സ് ആക്കി അല്ലേ. n ഈക്വൽ പാർട്സ് അല്ല, 3 ഈക്വൽ പാർട്സ്, 3 പാർട്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിലൊരു എണ്ണത്തിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 എടുത്തു. ഇത് K1 ആണ്, ഇതും K1, ഇതും K1, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, L/3 ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത് L/3, ഇതിൻ്റെ ലെങ്ത് L/3. അല്ല, ഒരെണ്ണം മാത്രം എടുത്താൽ മതി നമുക്ക്. കാരണം എന്താ, ദ ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് 1 പാർട്ട് ബൈ 3 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പാർട്ടിനെ 3 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് കണ്ടുപിടിക്കണം. എഫ് ഈസ് ഈക്വൽ ടു പുതിയ ഫോഴ്സ് എഫ് ഡാഷ്, സ്ട്രെച്ചിങ് ഫോഴ്സ് എഫ് ഡാഷ് കണ്ടുപിടിക്കണം. അത് K1 ഉണ്ടോ, ഇതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 എടുത്തിരിക്കുന്നത് ഇൻറ്റു പുതിയൊരു ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ x1 എടുക്കാം. ദാറ്റ് ഈസ് നമുക്ക് ഫോഴ്സിലേക്ക് പോകുമ്പോൾ x1 അറിയാം, K1 ദേ എവിടെ നിന്ന് കിട്ടിയിട്ട് K1 കണ്ടുപിടിക്കണം. K അറിയത്തുള്ളൂ അല്ലേ. വളരെ സിമ്പിളാണ്. നമുക്ക് അതിലേക്കൊന്ന് വരാം. യെസ്, K ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ലെങ്ത് ആവുന്ന പോലെ K ഡാഷ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ അവിടുത്തെ ലെങ്ത് എത്രയാണ്, L/3 ആണ്. അപ്പോൾ L/3 വരും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ K ഡാഷ് ബൈ K എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, K ഡാഷ് ബൈ K എടുത്തു കഴിഞ്ഞാൽ K ഡാഷ് 1/L/3, 3 മുകളിലോട്ട് വരും, 3/L എന്ന് വരും. ഇവിടെ K പ്രൊപ്പോർഷണൽ ടു 1/L ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 1/L പോയിട്ട് ബിക്കം 3 എന്ന് കിട്ടും. അപ്പോൾ K ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 3K എന്ന് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. K ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 3K എന്ന് കിട്ടി. n ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാവും, NK ആവും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും കറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഒരു പാർട്ടിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്, K1 എത്ര കിട്ടി. ഞാൻ K ഡാഷും K1 മാറിപ്പോകണ്ട. ഇവിടെ ഞാൻ K1 എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് K1 തന്നെ കൊടുത്താൽ മതി. യെസ്, K1. ഇത് K1 ആണ്, ഇതും K1 ആണ്, അതുപോലെ ഇതും K1 ആണ്. ഓക്കെ, അപ്പോൾ K1ൻ്റെ അവിടെ നമുക്ക് എത്ര കൊടുക്കാം, 3K എന്ന് കൊടുക്കാം. 3 ഇൻറ്റു K. Kയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയേക്കാം. Kയുടെ വാല്യൂ എത്രയാണ്, 1/1.5 ആണ്. 1/1.5 ഓക്കെ അല്ലേ. ഇൻറ്റു x1 പുതിയ എക്സ്റ്റൻഷൻ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 3 കൊടുത്തു. മനസ്സിലായി എല്ലാവർക്കും? വളരെ എളുപ്പമല്ലേ. 3 1.5 എത്ര വന്നു, 0.5 ഡിനോമിനേറ്ററിൽ വന്നു. 3/0.5 അഥവാ 30/5 എത്ര കിട്ടി, 6 കിട്ടി. എഫ് ഡാഷ് എന്നുള്ള പുതിയ ഫോഴ്സ് എത്ര കിട്ടി, 6. എന്താ യൂണിറ്റ്, ന്യൂട്ടൺ തന്നെ ആയിരിക്കും. കാരണം സെൻറ്റിമീറ്റർ ഒക്കെ പോയി ന്യൂട്ടണിലേ വരുള്ളൂ, നമുക്കറിയാം. 6 ന്യൂട്ടൺ. ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. 6 ന്യൂട്ടൺ കിട്ടി. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10th ക്വസ്റ്റിലേക്ക് പോവാം. ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടെ ചിന്തിക്കണം. സ്പ്രിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. എ മാസ് 3 കിലോഗ്രാം പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. ഉണ്ടോ, ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു മാസ് വെച്ചിരിക്കുന്നു. യെസ്, അതിലേക്ക് 5 സ്പ്രിങ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, റൈറ്റ് സൈഡിൽ 3 സ്പ്രിങ്സ് എങ്ങനെയാണ് കോമ്പിനേഷൻ, പാരലായിട്ട് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ 2 സ്പ്രിങ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. മാസ് M എന്ന് പറയുന്നു, ഫ്രിക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് ക്വസ്റ്റ്യൻ. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, 2π√ എന്താണ്, M/K ആണ്. കറക്റ്റ് അല്ലേ. T ഈസ് ഈക്വൽ ടു 2π√ M/K ആണ്. അപ്പോൾ അതിനകത്ത് എമ്മും കെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എം കുഴപ്പമില്ല, ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ പറയുന്നില്ല, 3 കിലോഗ്രാം പറയുന്നുണ്ട്, മാസ് പറയുന്നുണ്ട്, പ്രശ്നമില്ല. കെ കണ്ടുപിടിക്കണം. ഈ കെ ആയിട്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ കെ എഫക്റ്റീവ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി കെ എഫക്റ്റീവ്? നോക്കുവാണെങ്കിൽ അറിയാം. ഈ സ്പ്രിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ, സ്പ്രിങ് സീരീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഫക്റ്റീവ് കണ്ടുപിടിക്കുന്നത്? റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും അല്ലേ. പാരലാണെങ്കിലോ വെറുതെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു മാസിലേക്ക് നോക്കുവാണ്, ഞാൻ റെഡ്യൂസ് ചെയ്ത് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. നമ്മുടെ ആ ബ്ലോക്ക് നമ്മളൊരു സർഫസിൽ വെച്ചിരിക്കുന്നു. യെസ്, ഫ്രിക്ഷനുള്ള സർഫസ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ട് കൊടുക്കുന്നു. യെസ്,
നമുക്കിതൊന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ 3 സ്പ്രിങ്സ് കാണാം അല്ലേ? മൂന്നിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാണ്? പാരല എല്ലാവരും എൻഡ് നോക്കി ഒരേപോലുള്ള സ്ഥലങ്ങളിലെല്ലാം എൻഡ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എല്ലാം എൻഡ് ഈ മാസിലാണ്, ഇവിടെ ഈ റിജിഡ് സപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാണ്? പാരലാണ്. സ്പ്രിങ്ങുകൾ പാരലാണെങ്കിൽ എങ്ങനെ എഫക്റ്റ് കിട്ടുന്നത്? വെറുതെ ആഡ് ചെയ്താൽ മതി അല്ലേ? വെറുതെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെറുതെ ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 3 2 1 യൂണിറ്റ് നോക്കി ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 3 + 2 + 1 എത്ര? 6 കിട്ടി. അപ്പോൾ ഇവിടെയുള്ള എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 6 വരുന്നൊരു സ്പ്രിംഗ് ഇവിടെയുണ്ട്, 6 ന്യൂട്ടൺ പെർ മീറ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. മാസ് m. ഓക്കെ. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ 12 ഉണ്ട്, 12 ഉണ്ട്. 12 12 എങ്ങനെയാണ്? സീരീസ് ആണ് അല്ലേ? രണ്ട് സ്പ്രിങ്ങുകൾ സീരീസ് ആയിട്ട് വന്നുള്ള എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് നോർത്ത് വെച്ചേക്ക് ആരെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി എഴുതുന്നുള്ളൂ. K1 K2 / K1 + K2 ആണ് അല്ലേ? 1/K effective is equal to 1/K1 + 1/K2 ആണ്. അപ്പോൾ K effective is equal to K1 K2 / K1 + K2 ആണ്. അറിയാമല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് ഉപയോഗിക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടും ഐഡൻറ്റിക്കൽ അല്ലേ? അപ്പോൾ എന്ത് വരും? K1 K2 രണ്ടിന് K കൊടുത്താൽ K² / 2K വരും. ഇറ്റ്സ് ഈക്വൽ ടു K/2 വരും. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് സ്പ്രിങ് സീരീസ് ആയിട്ട് വന്ന എഫക്റ്റീവ് എത്രയാണ്? 1/2 ആണ്, K/2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ അടുത്ത വന്ന സ്പ്രിങ് ഇങ്ങനെ വന്നിരിക്കുന്നു. ആ സ്പ്രിങ് ഇത് 12 ഇത് 12 12ൻ്റെ ഹാഫ് എടുക്കും. ഇവിടെ 6 വരും, 6 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നു. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നോക്കിക്കേ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് NCERT ബുക്കിൽ ഇതുപോലെ തന്നെ ഒരു ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ളതാണ് അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളവിടെ വർക്കൗട്ട് എക്സാമ്പിൾ കണ്ടിട്ടുണ്ട് അല്ലേ? എക്സസൈസിനകത്ത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിനി ഇവനെ ഇങ്ങോട്ടോ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ആ സ്പ്രിംഗ് ഫോഴ്സിനെ ഓസിലേറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു പോകുന്നു മനസ്സിൽ നിൽക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവനെ ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് മാറ്റി എന്ന് വിചാരിച്ചു. ഈ സ്പ്രിംഗ് എന്താവും? കംപ്രസ്ഡ് ആവും. അപ്പോൾ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ട് വരും? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യപ്പെടും. അപ്പോൾ ഈ സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ്, മാസ് കൊടുക്കുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ വരുന്നത്. രണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരുന്നത്? സെയിം ഡയറക്ഷനിൽ വരുന്നത്. ആ രണ്ട് ഫോഴ്സും ചേർന്നുള്ള നെറ്റ് ഫോഴ്സ് കൊണ്ട് ഈ ബോഡി എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ആണ് ചോദ്യം. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള കാര്യം ഫൈനലിയുള്ള K എഫക്റ്റീവ് കണ്ടുപിടിക്കണം. ഈ K എഫക്റ്റീവ് അല്ല, അത് ഈ രണ്ട് സീരീസിൻ്റെ കേസ് മാത്രമാണ്. ഫൈനലിയുള്ള K എഫക്റ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവണം. എനിക്ക് തോന്നുന്നു അതെല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. ഓർത്ത് വെച്ചോളുക. ഈ സ്പ്രിങ്ങിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഈ ഒരു എൻ്റെ ഈ മാസിലാണ്. എളുപ്പം ഇങ്ങനെ മനസ്സിലാക്കാം അല്ല? ഫോഴ്സ് വെച്ച് എഴുതി നമുക്ക് ചെയ്ത് നോക്കാം, സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു എൻ്റെ ഈ മാസിലാണ്. ഇതിന് മറ്റൊരു എൻഡ് ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിലാണ്. അതുപോലെ ഇതിൻ്റെ ഒരു എൻഡും ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിലാണ്. എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്പ്രിങ്ങിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ അതായത് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ റിഡ്യൂസ് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. ഇത് ഒരു ഫ്രിക്ഷനുള്ള സർഫസിൽ ഒരു മാസ് വെച്ചിരിക്കുന്നു. ആ മാസയിലേക്ക് രണ്ട് സ്പ്രിങ്ങുകൾ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ അല്ലേ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാസ് m. എന്നിട്ട് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇത് പാരൽ കോമ്പിനേഷൻ എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കുക. ചോദിക്കാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഇതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 6, ഇതിൻ്റെ 6 ആണ്. എഫക്റ്റീവ് എത്ര വരും? രണ്ടും പാരലല്ലേ? വെറുതെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദ ഫൈനൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K എഫക്റ്റീവ് സിയിൽ എത്ര വരും? 12 വരും, 12 ന്യൂട്ടൺ പെർ മീറ്റർ. നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിയോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ് അല്ലേ? അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is equal to 2π into root mass എത്രയാണ്? അത് 3 കിലോഗ്രാം ആണ്. 3 divided by K effective എത്ര കിട്ടി? 12 അല്ലേ കിട്ടിയത്? 12. 3 12 4 വന്നു. This is equal to 2π by 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ താഴെ 2 വരും. അപ്പോൾ 1/2 വരും. That's equal to π വന്നു. π is equal to 3.14 സെക്കൻഡ് എന്ന് എടുക്കാം അല്ലേ? 22/7. ഇവിടെ നമുക്ക് 3.14 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടല്ലോ, 3.14 സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ശരിയാണ് അല്ലേ? കുറച്ച് സമയം എടുത്തു, കാരണം പാരൽ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷൻ എല്ലാം ഒന്നിച്ച് വന്നപ്പം ഒന്ന് നമുക്ക് ആലോചിക്കേണ്ടി വന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഏതാ ശരി? ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരാം. 11ലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി നമ്മൾ ചെറിയ മാറ്റം ഉണ്ടായി. നമ്മൾ വേവ്സിലേക്ക് വന്നു അല്ലേ? വേവ്സിലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 2 vibrating tuning forks. രണ്ട് tuning forks ഉണ്ട്. Producing progressive waves ആണ്. Given by y1, wave y1 തന്നിട്ടുണ്ട്, wave y2 തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റ് ആണ്. ബീറ്റ്സ് കണ്ടുപിടിച്ചാൽ പോരെ? ബീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ രണ്ട് ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എടുത്താൽ പോരെ? ബീറ്റ് കിട്ടും, ബീറ്റ് ഫ്രീക്വൻസി കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? y1 y2 മീറ്ററിലാണ്, t in സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിലേ വരുള്ളൂ അല്ലേ? നമുക്ക് അതിനെ പെർ മിനിറ്റിലേക്ക് മാറ്റണം. സിമ്പിളാണ്. നമുക്ക് ആദ്യം ഫ്രീക്വൻസീസ് ഒന്ന് എഴുതാം. നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്രീക്വൻസി ഇല്ല, ഡയറക്റ്റായിട്ടുള്ള ആംഗുലാർ ഫ്രീക്വൻസി ആണുള്ളത് അല്ലേ?
അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഒന്നാമത്തെ ഒമേഗ 1 ഈസ് ഈക്വൽ ടു എഴുതുവാണെങ്കിൽ അത് 500 പൈ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 പൈ ന്യൂ അല്ലേ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 പൈ ന്യൂ 1 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? പൈ ക്യാൻസൽ ആയി പോയി. അപ്പോൾ ന്യൂ 1 എന്നുള്ള ഒന്നാമത്തെ ഫ്രീക്വൻസി എത്ര കിട്ടി? 250 ഹെർട്സ് അഥവാ പെർ സെക്കൻഡ് കിട്ടി. s⁻⁻1 കിട്ടി. അടുത്ത ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഒമേഗ 2 എത്രയാണെന്ന് നോക്കിയോ. ഒമേഗ 2 506 പൈ ടി ആണ്. 506 പൈ ടി ആണ് അവിടെ വന്നിരിക്കുന്ന ടേം. ഇവിടെ നമുക്ക് ഒമേഗ 2 എടുക്കും, 506 പൈ എന്നേ ഉള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? 2 പൈ ന്യൂ 2 എന്ന് എടുക്കാം അല്ലേ? 2 പൈ ന്യൂ 2 മനസ്സിലാവുന്നുണ്ടല്ലോ. പൈ ക്യാൻസൽ. Then from this relation second wave in the frequency nu 2 is എത്ര കിട്ടി? 253 കിട്ടി. കറക്റ്റ് ആണോ? 253 കറക്റ്റ് അല്ലേ? 253 പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി വേണ്ട ബീറ്റ് ഫ്രീക്വൻസി ആണ്. ബീറ്റ് നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസർ പെർ മിനിറ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസി ആണ്. ബീറ്റ് ഫ്രീക്വൻസി ആണ് ക്വസ്റ്റ്യൻ. ബീറ്റ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ അറിയാമല്ലോ. ഫ്രീക്വൻസി ഡിഫറൻസ് എടുക്കുക, ഫ്രീക്വൻസി ഡിഫറൻസിന്റെ മോഡുലസ് എടുക്കുക. ഇപ്പോൾ ന്യൂ 2 മൈനസ് ന്യൂ 1 എടുക്കാം അല്ലേ? ന്യൂ 2 മൈനസ് ന്യൂ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 253 മൈനസ് 250 ദാറ്റ്സ് ഈക്വൽ ടു 3 പെർ സെക്കൻഡ് കിട്ടി. പക്ഷെ നമുക്കറിയാം ഇതുകൊണ്ട് നിർത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 കാണുന്നുണ്ട്. ചിലപ്പോൾ അറിയാതെ തെറ്റിച്ചേക്കരുത്. നോക്കണം, നമ്മൾ ഇവിടെ പെർ മിനിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഒരു സെക്കൻഡിൽ 3 ബീറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റിലെ ബീറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു സെക്കൻഡിൽ 3 ആണ്, ഒരു മിനിറ്റിൽ കിട്ടാൻ വേണ്ടി ഇൻറ്റു 60 എടുക്കുക അല്ലേ? അപ്പോൾ ന്യൂ 2 മൈനസ് ന്യൂ 1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 60 എടുത്താൽ പോരെ? 60 സെക്കൻഡ് അല്ലേ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ഇൻറ്റു 60 അത്ര എന്ത് പെർ മിനിറ്റ് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 180 കിട്ടി. കറക്റ്റ് അല്ലേ? 180 പെർ മിനിറ്റ് കിട്ടി. കണ്ടോ, വളരെ ഈസി ക്വസ്റ്റൻ ആണ്. വി ഗെറ്റ് ദി ആൻസർ. വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ 2. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടല്ലോ? ചെയ്തു പോവുക, സമയം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ധാരാളം അല്ലേ? എല്ലാ ക്വസ്റ്റൻ ഈസി ആണ്, നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 12 വരാം. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ ഉടനെ ആൻസർ കിട്ടും. പെൻ എടുക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല അല്ലേ? In a stretched string under tension and fixed at both ends, the area of cross section of the wire is halved. The tension is doubled. Frequency become. Okay. Frequency become അതാണ് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? V/2L ആണ് അല്ലേ? സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് അല്ലേ? In a stretched string under tension fixed at both ends. Fixed at both ends. In the fundamental frequency expression V/2L frequency expression കിട്ടി. The frequency become ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ? ടോയ്സ് അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഓഫ് ദി വയർ ഈസ് ഹാഫ്ഡ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഹാഫ്ഡ് ആൻഡ് ടെൻഷൻ ഈസ് ഡബിൾഡ്. ടെൻഷൻ ഡബിൾ ആക്കി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി ചേഞ്ച് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ടെൻഷനും ഏരിയയുടെ കാര്യം പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് കൺസിഡർ ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു 1/2L ഇൻറ്റു 1/2L ഇൻറ്റു വെലോസിറ്റി വരുമ്പോൾ എന്ത് വരും? √T/μ വരും. കറക്റ്റ് അല്ലേ? T/μ. ലീനിയർ മാസ് ഡെൻസിറ്റി മ്യൂവിൻ്റെ എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം മാസ് പെർ യൂണിറ്റ് ലെങ്ത് മ്യൂ ഇസ് ഈക്വൽ ടു എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് M/L അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. സപ്പോസ് ആ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിചാരിച്ചു, ക്യാപിറ്റൽ A ആണെന്ന് വിചാരിച്ചു. ഞാൻ ക്യാപിറ്റൽ A കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇതൊക്കെ നമ്മൾ തിയററ്റിക്കൽ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ? ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മുകളിലും താഴെ നമ്മൾ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ നോക്കിയാൽ A/L വന്നു. ഒരു വയറിനെ സംബന്ധിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ലെങ്ത് അതിൻ്റെ എന്താ? വോളിയമാണ്. ന്യൂമറേറ്ററി മാസ് ഉണ്ട്. മാസ് ബൈ വോളിയം എന്താ? ഡെൻസിറ്റി. അപ്പോൾ മ്യൂവിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? ρ/A എന്ന് എഴുതാം. ക്ലിയർ ആയോ? ρ/A. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടി. Let's substitute the value here. Frequency nu is equal to 1/2L root എന്ത് വന്നു? T/μ വന്നു. T/μ. മ്യൂവിൻ്റെ സ്ഥാനത്ത് ഇനി എന്ത് എഴുതാം? ρ/A എന്ന് എഴുതാം. ഇനി സെക്കൻഡ് കേസിലെ ഫ്രീക്വൻസിയുടെ ചേഞ്ച് നോക്കാം. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2L റൂട്ട് എന്തൊക്കെ മാറി? ടെൻഷനെ പറ്റി എന്താ പറയുക? ടെൻഷൻ എന്തായി? ഡബിളായി. ടെൻഷൻ ഡബിളായി. അപ്പോൾ അത് 2T എന്ന് വന്നു. കണ്ടോ? 2T. ടെൻഷൻ ഡബിളായി. 2T വന്നു. ഡിവൈഡ് ബൈ റോ ഇൻറ്റു എ. എന്തായെന്ന് നോക്കിയേ. ഏരിയക്ക് എന്ത് സംഭവിച്ചു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി വയർ ഈസ് ഹാഫ്ഡ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആക്കി. അപ്പോൾ ഇവിടെ എത്ര വന്നു? A/2 വന്നു. ആ 2 കൂടെ ന്യൂമറേറ്ററിലൂടെ വന്നു. 2 × 2 എത്ര വന്നു? 4 വന്നു. 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 2 വന്നു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഒരാൾക്കും സംശയമില്ലാതെ കിട്ടി. ന്യൂ ഡാഷ് ഇസിക്കൽ എത്ര വന്നു? കറക്റ്റ് അല്ലേ? 2 × 2 4. സ്ക്വയർ റൂട്ട് എടുക്കുമ്പം 4ൻ്റെ സ്ക്വയർ 2 വന്നു. 2 ടൈംസ് ആദ്യത്തെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കിട്ടും. 2 ടൈംസ് ന്യൂ എന്ന് കിട്ടി.
നോക്കട്ടെ ഓപ്ഷൻ നോക്കട്ടെ. ടോയ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് ഹാഫ് ഉണ്ട്, 4 times ഉണ്ട്. ടോയ്സ് ഈസ് അവർ ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇക്വേഷൻ ഓർക്കുക, ആ ചേഞ്ചസ് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 വരാം. A wave of length 2 meter. A wave of wavelength 2 meter superposed on its reflected wave to form a stationary wave. Stationary wave situation ആണ്, standing wave situation ആണ്. A node is located at x is equal to 3 meter. X is equal to 3 meter ഒരു നോഡാണ്. Adjoining antinode will be located at x എവിടെയായിരിക്കും? അപ്പോൾ നമുക്ക് സ്റ്റാൻഡിംഗ് വേവിൻ്റെ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്നതാണ്. യെസ്, ഓക്കെ. പൊസിഷൻ വെച്ച് നമ്മൾ നോക്കുമ്പം ഓക്കെ, യെസ്, ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഫോർത്ത് നോഡ്, അങ്ങനെ നോഡ് വരുന്നു അല്ലേ. രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുവാണെങ്കിൽ അത് എത്രയാണ്? അത് λ/2 ആണ് അല്ലേ, λ/2 ആണ്. ഒരു നോഡിനും അതിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാവർക്കും അറിയാം എത്രയാണ്? λ/4 ആണ് അല്ലേ, ശരിയല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണ്? അത് ലാംഡയാണ്. രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ λ/2 ആണ്. ഒരു നോഡിനും അതിന് തൊട്ടടുത്തുള്ള ആൻറ്റി നോഡ്, അതല്ലേ ചോദിച്ചിരിക്കുന്നത്, കണ്ടോ? The adjoining antinode will be located at x is equal to എവിടെയായിരിക്കും? അപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് x is equal to ആദ്യത്തെ നമ്മൾ ഒരു നോഡ് പറയുന്ന സ്ഥലം, ഇവിടെ നോഡ് പറയുന്ന സ്ഥലത്ത് x is equal to 3 meter ഒരു നോഡാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ x is equal to 3 meter. അങ്ങനെയാണ് ഈ ആൻറ്റിനോഡ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അത് ഈ എക്സിനോട് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ x ഡാഷ്, ഈ ഒരു ആൻറ്റി നോഡിൻ്റെ ലൊക്കേഷൻ x ഡാഷ് ഈസ് ഈക്വൽ ടു, നമുക്കിപ്പം നോഡുള്ള പൊസിഷൻ x പ്ലസ് എന്തെടുക്കണം? λ/4 എടുക്കണം, ശരിയല്ലേ? കാരണം ഈ നോഡിന് ആൻറ്റി നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ λ/4 എടുക്കട്ടെ. ലാംഡ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? λ2 ആണ്. അപ്പോൾ λ/4 ഈസ് ഈക്വൽ ടു 2 divided by 4 വരും. 2/4 എത്ര വരും? 1/2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 0.5 മീറ്റർ എന്ന് വരും. കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു x is equal to 3 ഒരു നോഡിൽ നിന്നും തൊട്ടടുത്ത ആൻറ്റി നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 3 പ്ലസ് എന്ത് വരും? 0.5 വരും. ദിസ് ഇസ് ഈക്വൽ ടു 3.5 മീറ്റർ വരും. ക്ലിയർ ആയോ? വളരെ സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണ്. അത്രയും ബേസിക് ഐഡിയാസ് വേണം. രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്കറിയാം അത് λ/2 ആണ്. ഒരു നോഡിനും ഒരു ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. രണ്ട് ആൻറ്റി നോഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസും λ/2 തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 വരാം. വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നോക്കാം. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, ഓപ്പൺ ഓർഗൻ പൈപ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ഇത് സാധാരണ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ഹാവ് ദെയർ ഫസ്റ്റ് ഓവർടോൺ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ ഏത് ഹാർമോണിക് വരും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. രണ്ടിലും ഐഡൻറ്റിക്കൽ ഇൻ ഫ്രീക്വൻസി, രണ്ടിൻ്റെ ഫ്രീക്വൻസി സെയിം ആണ്. ദെയർ ലെങ്ത് ആർ ഇൻ ദി റേഷ്യോ. അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ട്യൂബൊന്നും വരച്ച് എക്സ്പ്ലെയിൻ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഏതാ? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് V/4L ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലേ. ഇതിലെല്ലാ ഹാർമോണിക്സും ഉണ്ടോ? ഇല്ല, ഓഡ് ഹാർമോണിക്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ ഏത് ഹാർമോണിക്കാണ്? തേർഡ് ഹാർമോണിക്കാണ്. ഓഡ് ഹാർമോണിക്കല്ലേ ഉള്ളൂ. ഇത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. അതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? തേർഡ് ഹാർമോണിക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ഏതാ? തേർഡ് ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ 3 times V/2L. ഇതിൻ്റെ ലെങ്ത് നമുക്ക് L1 എന്ന് എടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലോസ്ഡ് പൈപ്പിൻ്റെ സിറ്റുവേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഓപ്പൺ പൈപ്പിലേക്ക് വരാം. ഓപ്പൺ പൈപ്പിൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാം. ഓപ്പൺ പൈപ്പിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്? അത് എല്ലാ ഹാർമോണിക്സും ഉണ്ട് അവിടെ അല്ലേ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്കൻഡ് ഹാർമോണിക്കാണ് അല്ലേ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഹാർമോണിക്കാണ്. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക്കിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 2 into V ഡിവൈഡഡ് ബൈ എത്ര വരും? 2L2 എന്ന് എടുക്കുക. ഈ ലെങ്ത് നമുക്ക് L2 എന്ന് എടുക്കാം. ആ ട്യൂബ് ലെങ്ത് L2 എന്ന് എടുത്തു. ഓക്കെ, ഈ രണ്ട് ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ ലെങ്തിൻ്റെ റേഷ്യോ എത്രയാണ്? അങ്ങനെയല്ല ക്വസ്റ്റ്യൻ നോക്കി. ദെയർ ലെങ്ത് ആർ ഇൻ ദി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോൾ ലെങ്തിൻ്റെ റേഷ്യോ ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ രണ്ട് ഈക്വേറ്റ് ചെയ്യാം. കണ്ടോ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഫ്രീക്വൻസി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3v ഡിവൈഡഡ് ബൈ ഇവിടെ 2 അല്ല 4 ആണ് കേട്ടോ. v by 4L1 ആണ്. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി v by 4L1 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ 3v by 4L1 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ 3v by 4L1 ഈസ് ഈക്വൽ ടു എന്താണ്? 2v by എത്രയാണ്? 2L2 എന്ന് വന്നു. കറക്റ്റ് ആണല്ലോ? v ക്യാൻസൽ, 2 ഇവിടെ ക്യാൻസൽ. വേണ്ടത് നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? നോക്കട്ടെ, റേഷ്യോ ചോദിച്ചിരിക്കുന്നത് their length are in the ratio എന്നുള്ളൂ. ആദ്യം ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് പറയുന്നു, രണ്ടാമത് ഓപ്പൺ പറയുന്നു. അപ്പോൾ നമുക്ക് L1 by L2 എടുക്കാം. അപ്പോൾ L1 by L2 ഈസ് ഈക്വൽ ടു എന്താ? L1 by L2 ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. കറക്റ്റ് ആണോ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 3:4. 3:4 ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആണ്. ഓക്കെ, സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണ്, പക്ഷേ ഒരു ഫണ്ടമെന്റൽ ഐഡിയ ആണ്, ഓർത്ത് വെച്ചോളുക. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റൻ നമ്പർ 15ലേക്ക് വരാം. ക്വസ്റ്റൻ നമ്പർ 15. Two periodic waves of amplitude A1 and A2 pass through region. Okay, straight question ആണ്. ഇതിനകത്ത് സമയം കളയാനൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. Two periodic waves of amplitude A1 and A2 pass through region. A1 greater than A2 ആണ്. The difference in the maximum and minimum resultant amplitude possible. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മാക്സിമത്തിൻ്റെ മിനിമത്തിൻ്റെ ഡിഫറൻസ് പോസിബിൾ ആവുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണ്, അത് വേറെ ഒന്നും തന്നെ ആലോചിക്കാനില്ല. പിന്നെ ചോദിച്ച് ഈ ക്വസ്റ്റൻ ആണ് ഇത്ര സിമ്പിളായിട്ട് ചോദിക്കുമോ എന്നൊക്കെ ഒരു സംശയം തോന്നി നമ്മൾ തെറ്റിച്ചാലേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 എന്ത്? കോസ് തീറ്റയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? കോസ് തീറ്റയാണ്. ഇതല്ലേ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എക്സ്പ്രഷൻ. ഇതിനകത്ത് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്കൊന്ന് എഴുതാം. എ മാക്സ് എപ്പോഴാണ് മാക്സിമം വാല്യൂ വരിക? 5 എത്രയാകുക? 5 0 ആകുക. 5 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് A1 + A2 ഹോൾ സ്ക്വയർ വരും റൂട്ടിനുള്ളിൽ. അപ്പോൾ എടുക്കുമ്പോൾ റൂട്ട് ഓഫ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് A1 + A2 ആയിട്ട് മാറും. അപ്പോൾ എ മാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? അത് A1 + A2 ആണ്. ക്ലിയർ ആയല്ലോ? അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെക്ടേഴ്സ് പഠിക്കുന്നതോടെ തന്നെ ഇത്ര ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നതാണ്, അറിയാം. അടുത്ത് നോക്കിയാൽ എ മിനിമം വരാനുള്ള ഒരു കണ്ടീഷൻ എന്താ? എ മിനിമം വരാനുള്ള കണ്ടീഷൻ എന്താ? മിനിമം ആവണമെങ്കിൽ നമുക്കറിയാം തീറ്റ 180 ആവണം, ശരിയല്ലേ? അപ്പോൾ cos 180 -1 വരും. അപ്പോൾ എക്സ്പ്രഷൻ ബിക്കം A1 - A2 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് വരും. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ അത് A1 - A2 വരും. A1 - A2 വരും. കറക്റ്റ് അല്ലേ? A1 ഗ്രേറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? A1 - A2 വരും. ഇന്നത് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ എ മാക്സിമത്തിൻ്റെ മിനിമത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എ മാക്സ് മൈനസ് എ മിനിമം. എ മാക്സ് മൈനസ് എ മിനിമം. എ മാക്സ് മൈനസ് എ മിനിമം എത്ര? A1 + A2 മൈനസ് A1 - A2 ഇറ്റ് ബിക്കം 2A2. ക്ലിയർ അല്ലേ? ഓക്കെ, വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, ഒന്നും ആലോചിക്കുന്നില്ല, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ച് വായിക്കുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ച് വായിച്ച് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. നോക്കാം. എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 മീറ്റർ ആണ്. ഹാസ് എ മാസ് പെർ യൂണിറ്റ് ലെങ്ത് 0.1 gram per centimeter ആണ്. ഓക്കെ, മ്യൂവിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, ലെങ്ത് പറയുന്നുണ്ട്. വാട്ട് വുഡ് ബി ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി സ്ട്രിങ് അണ്ടർ ടെൻഷൻ ഓഫ് 400 Newton? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ സ്ട്രിങ്ങിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, അത് V/2L ആണ്. പക്ഷേ വി അറിയില്ല, വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഉണ്ടോ? മുമ്പേയൊക്കെ ചെയ്ത പോലെ തന്നെ പാറ്റേൺ വ്യത്യാസമൊന്നുമില്ല, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു V/2L. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, കൊടുക്കാം. 1/2L ഇൻറ്റു വിക്ക് പകരം നമുക്ക് റൂട്ടിനുള്ളിൽ എന്ത് വരും? T/μ വരും അല്ലേ? നമ്മൾ സ്പീഡിൻ്റെ കേസ് നമുക്കറിയാം, വേവിൻ്റെ സ്പീഡിൻ്റെ കേസൊക്കെ നമുക്ക് ഡീലായിട്ട് നമ്മൾ പഠിക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് പറയാൻ തന്നെയില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ ഒക്കെ കറക്റ്റ് യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു 1/2L. L എത്രയാ? 1 മീറ്റർ ആണ്. സ്ട്രിങ് ലെങ്ത് 1 മീറ്റർ ആണ്. ഇൻറ്റു റൂട്ടിനുള്ളിൽ ടെൻഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 400 ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ ന്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ന്യൂ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ലീനിയർ മാസ് ഡെൻസിറ്റി എത്രയാണ്? 0.1 gram per centimeter അല്ലേ? ആരെയും തെറ്റിയിട്ടില്ലല്ലോ? 0.1 ആൻസർ കിട്ടിക്കഴിഞ്ഞു. ശരിയാണെന്ന് നോക്കാം. 0.1 ഗ്രാമിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയേക്കാം. സോറി ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റിയേക്കാം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ അവിടെ 10 എത്ര വരും? -3 വരും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് സെൻറ്റിമീറ്റർ (-1) ആണ് അല്ലേ? അതിനെ മീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്റർ (-1) എന്ന് പറയാം. സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് നമ്മൾ 10⁻² കൊടുക്കണം. അപ്പോൾ 10⁻²(-1) എന്ന് പറയുമ്പോഴത്തേക്കും 10⁻² വരും. കറക്റ്റ് അല്ലേ? 10⁻² വരും.
അപ്പോൾ ഇവിടെ ഒരു 10⁻²വരും. ഓക്കെ ആണോ? ആ, ഈ 10⁻²ഉം ഈ 10⁻²ഉം ക്യാൻസൽ ആയിപ്പോയി. Then it become nu is equal to, correct അല്ലേ? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. 1/2 ഇൻറ്റു റൂട്ടിനുള്ളിലേക്ക് നോക്കാം. 4 ഉണ്ട് അവിടെ, 4 ഇൻറ്റു ഇവിടെ 0.1 ഉണ്ട്, അഥവാ 10⁻⁻1, ഇവിടെ 10⁻⁻3, 10⁻⁻4 വന്നു, 10⁻⁻4 മുകളിൽ ചെല്ലുമ്പോൾ 10⁻4 ആയി. 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2, ആ 2 ഈ 2 ക്യാൻസൽ ആയിപ്പോയി. 10⁻4ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 10⁻2, ദാറ്റ് മീൻസ് 100 ഹെഡ്സ് എന്ന് കിട്ടുന്നു അല്ലേ? തെറ്റിയിട്ടില്ലല്ലോ, ഒരാളുടെയും തെറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ, യെസ്, എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. ഞാനായിരിക്കും ഏറ്റവും അവസാനം കഴിഞ്ഞല്ലേ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ 2. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 17 നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചേണ്ട ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ്. വീണ്ടും നമ്മൾ SHM-ലേക്ക് വന്നു. A particle is executing simple harmonic motion with an amplitude of 4 centimeter. At the mean position, the velocity of the particle is 10 centimeter per second. Mean position velocity അറിയാം. The distance of the particle from the mean position when its speed becomes 5 centimeter per second. Speed 5 centimeter per second ആകുന്ന mean position ഉള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മീൻ പൊസിഷനിലെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏതൊരു പൊസിഷനിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒമേഗ ഇൻറ്റു √(a² - x²) ഇതല്ലേ? ഇല്ല, വി അറിയാം, എക്സ് കണ്ടുപിടിച്ചാൽ മതി. ശരി, ചെറിയ പ്രോബ്ലം ഉള്ളത് ഒമേഗ അറിയില്ല. എ അറിയാവോ? എ അറിയാം, ആംപ്ലിറ്റ്യൂഡ് 4 സെൻറ്റിമീറ്റർ അറിയാം, പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം നമുക്ക് ഒമേഗ അറിയില്ല എന്നുള്ളതാണ്. ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഡേറ്റ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ഏതാ? At the mean position, the velocity of the particle is 10 centimeter per second എന്നല്ലേ? മീൻ പൊസിഷനിലെ വെലോസിറ്റിയുടെ പ്രത്യേകത എന്താ? മാക്സിമം ആണ്. മീൻ പൊസിഷൻ വെലോസിറ്റി മാക്സിമം ആണ്. മീൻ പൊസിഷൻ വെലോസിറ്റി മാക്സിമം ആണെങ്കിൽ, ആ വെലോസിറ്റി എക്സ്പ്രഷൻ അറിയാമല്ലോ. വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പറയുവാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോൾ നമ്മൾ സൈൻ്റെ ഫംഗ്ഷൻ എടുക്കുകയും വെലോസിറ്റി കോസിൻ്റെ ഫംഗ്ഷൻ വന്നിട്ട് v is equal to a omega എന്ന് വരും അല്ലേ? a omega cos omega t + 5 എന്നുള്ള രീതി വരും, അറിയാം. Velocity maximum value Vmax is equal to what we get, a omega. Okay. ഈ Vmax അറിയാം, എത്രയാ Vmax തന്നിരിക്കുന്നത്? Vmax is equal to 10. Okay. Then omega is equal to 10/a. യുടെ വാല്യൂ എത്രയാ? 4. 10/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 5/2 എന്ന് വരും. ശരിയല്ലേ? 5/2 2.5 എന്ന് കിട്ടി. നമുക്ക് ഈ ഒമേഗ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം, ഓക്കെ, വി എത്രയാണ്? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടല്ലോ, വി എത്രയാവുന്നു? വി 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആവുന്നു. 5 എല്ലാം നമ്മൾ യൂണിറ്റ് ഒന്നും മാറ്റുന്നില്ല, കാരണം ഓപ്ഷൻ നോക്കിയേ സെൻറ്റിമീറ്ററിലാണ്. പിന്നെ നമ്മൾ വെറുതെ യൂണിറ്റ് മാറ്റാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. 5 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാ? 5/2 ആണ്, കറക്റ്റ്. റൂട്ടിനുള്ളിൽ a² - x² വരുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്കറിയാം, റൂട്ടിനുള്ളിൽ കിടക്കുന്ന എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റൂട്ട് ഒഴിവാക്കിയേ പറ്റുള്ളൂ. സ്ക്വയർ ചെയ്യേണ്ട രണ്ട് സൈഡും. അതിന് മുമ്പ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ക്യാൻസൽ ചെയ്യാൻ എന്തുണ്ടോ? 5 ക്യാൻസൽ ആയി പോയില്ലേ? ഈ 2നെ ഇങ്ങോട്ട് മാറ്റി 2 ഈക്വൽ ടു എന്ന് എഴുതാൻ മേലേ? ആ, കറക്റ്റ്. അപ്പോൾ 2 ഈക്വൽ ടു √(a² - x² എന്ന് വന്നില്ലേ? കണ്ടോ? പിന്നെ സ്ക്വയർ ചെയ്തേ. സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബിക്കം എത്രയായി? 4 ആയി. കണ്ടോ? ലെഫ്റ്റ് സൈഡ് എത്രയായി? 4 ആയി. 4 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വന്നു? a² - x² എന്ന് വന്നു. കറക്റ്റ് അല്ലേ? എയുടെ വാല്യൂ അറിയാമല്ലോ. എത്ര എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല നേരത്തെ? എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ വരും. ദിസ് ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 4² എത്രയാണ്? 16 - x² വന്നു. അപ്പോൾ x² ഈസ് ഈക്വൽ ടു എത്ര വന്നു? x² ഈസ് ഈക്വൽ 16 - 4 12 വന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ x ഈസ് ഈക്വൽ ടു 12ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര വരും? 2√3 വരും. ശരിയല്ലേ? 2√3 സ്ക്വയർ ചെയ്ത് നോക്കിയാൽ 3 × 4 12, കറക്റ്റ്. 2√3 സെൻറ്റിമീറ്റർ, കറക്റ്റ് അല്ലേ? സംശയമൊന്നും ഇല്ലാതെ കിട്ടി. 2√3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരാം. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, ഒന്നും ആലോചിക്കാനില്ല, പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. ആൻസർ എല്ലാവരും ടിക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഒരാൾക്ക് ഒരു സംശയം പോലും തോന്നുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ, നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു ഡേറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഓഫ് ദി സ്റ്റേഷണറി വേവ്സ്, ഏതാണ് ഇതിൽ സ്റ്റേഷണറി വേവിൻ്റെ എക്സ്പ്രഷൻ? സ്റ്റേഷണറി വേവിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട് അല്ലേ? x is equal to 0യിൽ നോഡ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ 2a sin kx cos omega t എന്നുള്ള പീരിയോഡിക് ടൈം വരും. x is equal to 0യിൽ നമുക്ക് ആൻറ്റി നോഡ് വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ അതിങ്ങനെ വരും 2a cos kx sin omega t എന്നുള്ള ടൈമിൽ വരും. നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന നോക്കിയേ
ഫസ്റ്റ് ഓപ്ഷൻ എ സൈൻ ഒമേഗ ടി അതൊരു സ്റ്റാൻഡിംഗ് വേവ് സ്റ്റേഷൻ വേവിൻ്റെ എക്സ്പ്രഷൻ അല്ല അല്ലേ. y is equal to a sin 2 pi x by lambda അല്ല. y is equal to a sin 2 pi lambda vt minus x അല്ല. but y is equal to 2a sin 2a sin kx kx അല്ല, ഇത് ഒമേഗ ടി കേട്ടോ, 2 pi by t ഒമേഗ ടി. പിന്നെ കോസ് എന്ത് വന്നിരിക്കുന്നു, കോസ് കെ എക്സ് വന്നിരിക്കുന്നു ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഓസിലേറ്റിംഗ് പാർട്ട് ഉണ്ടോ. ഓസിലേറ്റിംഗ് പാർട്ട് സൈൻ ഒമേഗ ടി ആണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ പാർട്ടാണ് 2a cos kx. ക്ലിയർ ആയല്ലോ, 2a cos kx ആണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ പാർട്ട്. ഒരു സംശയം വേണ്ട, നമ്മുടെ സ്റ്റാൻഡിംഗ് വേവിൻ്റെ എക്സ്പ്രഷൻ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ക്ലിയർ, വളരെ സിമ്പിളായിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനെ ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാനില്ല. ക്വസ്റ്റ്യൻ നമ്പർ 19 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കി, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ ഇക്വേഷൻ ഓഫ് എ സ്റ്റേഷൻ വേവ് ഈസ്, ഇത് ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ തന്നെ, 0.8 cos pi x by 20 sin 200 pi t. ഓക്കെ, വേറെ എക്സ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. യൂണിറ്റ് ഒക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ നമ്മൾ അറിയാതെ മിസ്റ്റേക്ക് വരുത്തും. എക്സ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ ആണ്, എൽ ഇൻ സെക്കൻഡ് ആണ്. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് നോഡ്സ് വിൽ ബി എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഐഡിയ ഷെയർ ചെയ്ത സമയത്ത് രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള സെപ്പറേഷൻ പറഞ്ഞു, എത്രയാണ്, λ/2 ആണ്. രണ്ട് ആൻറ്റി നോഡുകൾക്കിടയ്ക്കുള്ള സെപ്പറേഷൻ പറഞ്ഞു λ/2 ആണ്. ഒരു നോഡിനും തൊട്ടടുത്ത ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള സെപ്പറേഷൻ λ/4 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, കൺസിക്യൂട്ടീവ് നോഡ്സുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ λ/2 എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാംഡ വേണ്ടേ, ലാംഡ കിട്ടാൻ വേണ്ടി എന്താ മാർഗം, കോസ് കെ എക്സ് എന്നുള്ള ഫോമിലേക്ക് നോക്കി, അവിടെ കെ കിട്ടിയില്ലേ, കെയുടെ വാല്യൂ എത്രയാണ്, k is equal to pi by 20 ആണ് അല്ലേ. കെയുടെ ജനറൽ എക്സ്പ്രഷൻ എന്താ, 2 pi by λ ആണ് k അല്ലേ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k is equal to 2 pi by λ ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ λ is equal to എത്ര കിട്ടി, 20 × 2 എത്ര കിട്ടി, 40. എന്താ യൂണിറ്റ് വരേണ്ടത്, സെൻറ്റിമീറ്ററേ വരാവുള്ളൂ. കാരണം എന്താ കണ്ടോ, എക്സ് സെൻറ്റിമീറ്ററിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിന് യൂണിറ്റ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതി വരണമെങ്കിൽ നമുക്കത് 40 സെൻറ്റിമീറ്റർ വരാൻ പാടുള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് എന്താണ്, നോഡ്സ് ആണ്. രണ്ട് കൺസിക്യൂട്ടീവ് നോഡ്സുകൾക്കിടയ്ക്കുള്ള അകലം λ/2 ആണ്. അപ്പോൾ 40/2 ആണ്. വി ഗെറ്റ് ദി ആൻസർ 20 സെൻറ്റിമീറ്റർ ഈസ് അവർ ആൻസർ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, ഒന്നും തന്നെ ആലോചിക്കാനൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, 10th ക്വസ്റ്റിലേക്ക് വരാം. 20th ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 20. The tension in a sonometer wire is increased 4 times. സോണോമീറ്റർ വയറിൽ സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്ത് നമുക്കറിയാം, റെസൊണൻസ് ഒക്കെ അറ്റൈൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐഡിയാസ് നല്ലോണം അറിഞ്ഞു വെക്കേണ്ടതാണ്. അതിന് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ബിക്കംസ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/12 ആണ്. അത് കണ്ടുപിടിക്കുക. V/12 എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ടെൻഷനെ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും, ടെൻഷൻ 4 times ആക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് എഴുതാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു V/12 ആണ്. V എത്രയാണ്, 1/12. V എന്ന് പറഞ്ഞാൽ √T/μ ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അവിടെ ചേഞ്ച് പറയുന്ന ടൈം നോക്കിയേ, ദ ടെൻഷൻ ഇൻ എ സോണോമീറ്റർ വയർ, ടെൻഷൻ ആണ് ചേഞ്ച് പറഞ്ഞത്, ഇൻക്രീസ്ഡ് 4 times. ടെൻഷൻ എത്രയായി, 4 times ആയി. ദാറ്റ് ഈസ് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 1/12 √T മാറി എത്ര വന്നു, 40 വന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം കണ്ടോ, വേറെ ഒന്നും തന്നെ ഇല്ല. ഇക്വേഷൻ ഓർത്താൽ നമ്മുടെ ആൻസർ കിട്ടി കണ്ടോ, സ്ട്രൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ 4T/ മ്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, മ്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. മാസ് പെർ യൂണിറ്റ് അതുപോലെ തന്നെ. റൂട്ട് ഓൺലി 4, അപ്പോൾ 2 times വരും. ദിസ് ഇസ് 2 times നമ്മുടെ ആദ്യത്തെ ടൈം വരും. കറക്റ്റ് അല്ലേ, 2 times ആദ്യത്തെ ടൈം, ദാറ്റ് ഈസ് 2 ന്യൂ എന്ന് വന്നു. അപ്പോൾ ഫ്രീക്വൻസിക്ക് ഉണ്ടായ ചേഞ്ച് ടോയ്സ് ആണ്, 2 times ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ആൻസർ ഓപ്ഷൻ 4, 2 times. ക്ലിയർ അല്ലേ എന്ന് നോക്കുക, എല്ലാവരെയും കറക്റ്റ് ആണ് അല്ലേ, ഒന്നും പറയാനുള്ള ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത്. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് വരാം. എ ബോഡി ഓഫ് മാസ് 1 kilogram, 1 kilogram മാസ് ഉള്ളൊരു ബോഡി എക്സിക്യൂട്ടിംഗ് SHM. ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇൻ സെൻറ്റിമീറ്റർ, ശ്രദ്ധിക്കണം. ടൈം T ഇൻ സെക്കൻഡ് ഈസ് ഗിവൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 6 sin 100T + π/6 സൈൻ മാറിക്കിടക്കുന്ന മാറ്റി വിചാരിച്ചേക്കില്ല, ഒന്നിച്ചുള്ള ടൈം തന്നെയാണ്. ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡീസ്, മാക്സിമം കൈനറ്റിക് എനർജിയും മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയും ഒന്ന് തന്നെയാണല്ലോ അല്ലേ, വാല്യൂ ഒന്നാണല്ലോ. കാരണം നമുക്കറിയാം ടോട്ടൽ എനർജി കൺസേവ്ഡ് ആണ് ഒരു SHM-ൽ അല്ലേ. SHM എന്ന് പറയുമ്പോൾ തന്നെ എനർജി കൺസേവ്ഡ് ആണ് അല്ലേ. ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻ അല്ല നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി Kmax എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എക്സ്പ്രഷൻ ½ എന്ന് ഉപയോഗിച്ചാൽ പോരെ, ½ നമുക്കിതിനകത്ത് എല്ലാ ഡേറ്റ അറിയാവുന്ന നോക്കാം. എന്തൊക്കെ അറിയാമെന്ന് നോക്കി, ആംപ്ലിറ്റ്യൂഡ് അറിയാമെന്ന് നോക്കി. ആംപ്ലിറ്റ്യൂഡ് അറിയാം, 6 കണ്ടോ,
മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് 6 അറിയാം. കെയുടെ വാല്യൂ നോക്കട്ടെ. കെയുടെ വാല്യൂ അറിയില്ല ഡയറക്റ്റ് ആയിട്ട്, പക്ഷേ കണ്ടുപിടിക്കാമല്ലോ, മാസ് അറിയാമല്ലോ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ്പ്രഷൻ എന്താ, എം ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? ഒമേഗ ദേ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 100T അല്ലേ ഒമേഗ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ നേരെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് കെ മാക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ. കെ എം ഒമേഗ സ്ക്വയർ ആണ്. എം എത്രയാണ്? 1 കിലോഗ്രാം ആണ്. 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ എടുക്കണം. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ ഈസ് 100 ആണ്. 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻2 ആണ്. 100 അതിൻ്റെ സ്ക്വയർ 10⁻4 വരും. കറക്റ്റ് അല്ലേ? 10⁻4 വരും. ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ശ്രദ്ധിക്കണം. ആംപ്ലിറ്റ്യൂഡ് ചിലപ്പോൾ അറിയാം നമ്മൾ മിസ്റ്റേക്ക് വരുത്തും. നമ്മൾ 6 എടുത്ത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാൻ അറിയാതെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 6ന്റെ സ്ക്വയർ 36 എഴുതി നിർത്തിയേക്കരുത്. കാരണം എന്താ, എക്സിൻ്റെ യൂണിറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്ററാണ്. ചിലപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് കുറച്ച് പേരെങ്കിലും വരുത്തി കാണും, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്കേ വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സ് ഇൻ സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 10⁻², അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻⁴ വരും. കറക്റ്റ് അല്ലേ? 10⁻4, 10⁻⁴ ക്യാൻസൽ ആയി പോയി. 2 36 എത്ര വന്നു? 18 വന്നു. വി ഗെറ്റ് ദി ആൻസർ 18 ജൂൾ. കറക്റ്റ് ആണോ? ഒരാൾക്കും തെറ്റാന്നില്ല അല്ലേ? തെറ്റാന്നൊരു ക്വസ്റ്റ്യനേ ഇല്ല. ഓക്കെ, 18 ജൂൾ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് കൺസെപ്ച്വലാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് വായിച്ച് തന്നെ ചെയ്യാം അല്ലേ. അത് നമ്മൾ വെറുതെ വായിച്ചു ടിക്കിട്ടു അല്ലേ. ആരും ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാൻ പോലും പോയില്ല. പോയോ? ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 22. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡബിൾഡ്. ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്തു. ദെൻ ദി ടൈം പീരീഡ് ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററീസ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയാം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. സിമ്പിൾ പെൻഡുലം നമുക്കൊരു ഹാർമോണിക് ഓസിലേറ്റർ എടുക്കാം. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. ദെൻ ദി ടൈം പീരീഡ് ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററീസ്. ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് മാറുമോ? ഇല്ല. കാരണം ആംപ്ലിറ്റ്യൂഡിനെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജനറലി നമ്മൾ പറഞ്ഞ ടൈം പീരീഡ് എക്സ്പ്രഷൻ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലേക്ക് ടൈം പീരീഡ് T= നമ്മൾ 2π√m/k എന്ന് പറയും. 2π√m/k ശരിയല്ലേ? 2π√m/k ആണ്. കറക്റ്റ് അല്ലേ? അവിടെ സ്പ്രിംഗ് മാസ് ടൈം പീരീഡ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. പെൻഡുലത്തിൻ്റെ കേസാണ് നമുക്കറിയാം ഇൻഡിപെൻഡ് 2π√L/g അല്ലേ. ഓക്കെ, അപ്പോൾ അത് അൺചേഞ്ച്ഡ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അൺചേഞ്ച്ഡ് ആയിരിക്കും. ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ 4. ആർക്കും സംശയമില്ലാത്ത ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഞാൻ 1-2 വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23ലേക്ക് വരാം. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നോക്കാം. ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് സ്പെറിക്കൽ ഹോളാണ്. ബോബ് സ്പെറിക്കൽ ഹോളാണ്. മേ ബി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടുപരിച്ചുകൊണ്ടെങ്കിൽ വളരെ എളുപ്പം അതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ കുറച്ച് ചിന്തിച്ച് ചെയ്യുള്ളൂ. ബോൾ ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. നിറച്ച് വാട്ടർ ഉണ്ട്. പ്ലഗ്ഡ് ഹോൾ നിയർ ദി ബോട്ടം. ബോട്ടത്തിലൊരു ഹോൾ നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഓസിലേറ്റിംഗ് ബോബ് ഗെറ്റ് സഡൻലി അൺപ്ലഗ്ഡ്. നമ്മൾ ആ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്ലഗ് അൺപ്ലഗ് ചെയ്തു. അപ്പോൾ വാട്ടർ പുറത്തോട്ട് പോവാണ്. ഡ്യൂറിംഗ് ഒബ്സർവേഷൻ ടിൽ വാട്ടർ ഈസ് കമ്മിങ് ഔട്ട് ദ ടൈം പീരീഡ് ഓഫ് ദി ഓസിലേഷൻ വുഡ് ബി. ടൈം പീരീഡ് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. നല്ല ക്വസ്റ്റൻ ആണ്. എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ ഇനിഷ്യൽ സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലം ആണ്. അതിൻ്റെ ബോബിനുള്ളിൽ അത് ഹോളോ ആയിട്ടുള്ള ഒരു സ്പിയർ ആണ്. അതിനുള്ളിൽ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. പുറത്തോട്ട് ജസ്റ്റ് ഇവിടെ ഒരു പ്ലഗ് നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വാട്ടർ പുറത്തോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാട്ടർ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചിലർ മനസ്സിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2π√L/g അല്ലേ. അപ്പോൾ അതിൻ്റെ ബോബിനുള്ളിൽ നിന്ന് മാസ് പുറത്തോട്ട് പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനോ യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം. പക്ഷേ കുറേയധികം ആൾക്കാർ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറയാം. മാസ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് അവിടെ ലിക്വിഡ് പുറത്തോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സെൻറ്റർ ഓഫ് മാസിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർക്കണം. സെൻറ്റർ ഓഫ് മാസ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓസിലേഷൻ എന്നുള്ള ടോപ്പിക്ക് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു ഐഡിയ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പഠിച്ച സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു പെൻഡുലം ലെങ്ത് പറയുന്ന പിവോട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസ്, മേ ബി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ടൈം ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് L ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് T= സെൻറ്റർ ഓഫ് മാസ് വരെ ഡിസ്റ്റൻസ് ആണ്. ടൈം പീരീഡ് T= 2π√L/g. ഇതാണ് പെൻഡുലത്തിൻ്റെ ലെങ്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. ലെങ്ത് ഈ ഒരു ലെങ്ത് ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ, നമ്മുടെ ക്വസ്റ്റിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബോട്ടത്തിൽ വെച്ചിട്ട് പ്ലഗ് അൺപ്ലഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ ഡ്രോപ്പായിട്ട് പുറത്തോട്ട് പോകണം അല്ലേ. അൺപ്ലഗ് ചെയ്തു. ഓക്കെ, ഡ്രോപ്പ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നു.
വാട്ടർ ഡ്രോപ്പ് പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ബോട്ടം പോർഷനിലേക്ക് മാസിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നൊരു സിറ്റുവേഷൻ വരും അല്ലേ. അതായത് ഈ മുകളിലത്തെ പോർഷൻ എം ഡി ആകുന്നു, താഴോട്ട് മാസിൻ്റെ ഒരു അളവ് കൂടുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സ്ലൈറ്റ്ലി എങ്ങോട്ട് പോരും, സ്ലൈറ്റ്ലി ആ സെൻറ്റർ ഓഫ് മാസ്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൃത്യം സെൻറ്ററിൽ നിൽക്കുന്ന, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൃത്യം സെൻറ്ററിലാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഒരു അല്പം താഴോട്ടെങ്കിലും ലോവർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. സെൻറ്റർ ഓഫ് മാസ് അല്പം ലോവർ ചെയ്ത് എന്ത് സംഭവിക്കും, ഈ ലെങ്ത് എന്ത് ചെയ്തു, എൽ ഡാഷ് ലെങ്ത് എന്ത് ചെയ്തു, കൂടി അല്ലേ. ഇതിനേക്കാൾ ലെങ്ത് കൂടി, ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. ഇതിൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ടൈം പീരീഡ് കണ്ടു, പിന്നീട് നോക്കുമ്പോൾ വാട്ടർ പുറത്തോട്ട് ഡ്രോപ്പ് ആയിട്ട് പോകുമ്പോൾ ടൈം പീരീഡ് അല്പം ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയേ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വാട്ടറിൻ്റെ അളവ് ഇതിനകത്ത് കുറഞ്ഞു വരുവാണ്. കുറേ സമയം കഴിയുമ്പം നമുക്ക് കാണാം അതിനുള്ളിലെ വാട്ടർ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും അല്ലേ. അല്ലെങ്കിൽ വാട്ടർ അങ്ങോട്ട് താഴോട്ട് പോയി കുറേ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം മുകളിലുള്ള മെറ്റീരിയൽ പാർട്ടിൻ്റെ മാസ് കൂടി നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. മുകളിലൊരു മെറ്റീരിയൽ പാർട്ടിൻ്റെ മാസ് കൂടി നിൽക്കുകയും താഴെയുള്ള വാട്ടർ ഒക്കുപ്പൈ ചെയ്യുന്ന റീജിയൻ്റെ മാസ് കുറഞ്ഞിരിക്കുകയും ചെയ്യുവാണ്. സെൻറ്റർ ഓഫ് മാസ് മുകളിലോട്ട് ഷിഫ്റ്റിംഗ് തുടങ്ങുവാണ് അല്ലേ. അങ്ങനെ ഷിഫ്റ്റിംഗ് തുടങ്ങി നമുക്കറിയാം കംപ്ലീറ്റ് വാട്ടർ അതിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തായിട്ട് മാറി, ഒരു ഹോളോസ്ഫിയർ ആയിട്ട് മാറി. എല്ലാവർക്കും അറിയാം ഒരു ഹോളോസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ, എക്സാക്ട് സെൻറ്ററിലാണ്. സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ, എക്സാക്ട് സെൻറ്ററിലാണ്. ഇതൊരു സോളിഡ് സ്ഫിയർ പോലെ ബിഹേവ് ചെയ്ത സമയത്ത് ഇതൊരു ഹോളോസ്ഫിയർ പോലെ ബിഹേവ് ചെയ്യുന്നു കണ്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത് വീണ്ടും പഴയ എന്തിലേക്ക് എത്തി, എല്ലിലേക്ക് എത്തി. അപ്പം ടൈം പീരീഡ് വീണ്ടും പഴയ ടൈം പീരീഡ് ടിയിലേക്ക് എത്തി. മനസ്സിലായ കാര്യം മനസ്സിലായി. അപ്പോൾ ആദ്യം ടൈം പീരീഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലേ. ലെങ്ത് കൂടി ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്തു, പിന്നെ ടൈം പീരീഡ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്ത് പഴയ ഒറിജിനൽ വാല്യൂയിലേക്ക് തന്നെ എത്തി. എല്ലാവരും ടിക്ക് ചെയ്ത ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 1 തന്നെയാണോ നോക്കിയേ. ഫസ്റ്റ് ഇൻക്രീസ് ആൻഡ് ദെൻ ഡിക്രീസ് ടു ദി ഒറിജിനൽ വാല്യൂ, ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് 1. ഓക്കെ, ഒരാൾക്കും അതിനകത്തൊരു സംശയമില്ല. ഇപ്പോൾ ക്ലിയർ ആയി. കുറച്ച് പേർക്ക് ആദ്യം പറഞ്ഞപ്പോൾ ചെറിയ സംശയമുണ്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ, ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24 വരാം. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് അതിനകത്ത് ഒന്നും ആലോചിക്കാനില്ല, എങ്കിലും കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 24. 2 particles are executing SHM. 2 പാർട്ടിക്കിൾ SHMലാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിടത്തല്ല ഒരു പാർട്ടിക്കിളേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, നോക്കിക്കോണം. 2 particles executing SHM of same amplitude, same frequency and same frequency along same straight line path. ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആണ് അല്ലേ. നമുക്ക് സെയിം ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയൊക്കെ പറയാനും നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഓക്കെ, ദേ പാസ് ഈച്ച് അതർ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ പറയുന്നു. വെൻ ഗോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോഴാണ്. ഈച്ച് ടൈം ദെയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഹാഫ് ദെയർ ആംപ്ലിറ്റ്യൂഡ്. അതാ എവിടെ വെച്ചാൽ രണ്ടുപേരും ഡിസ്പ്ലേസ്മെൻറ്റ് പകുതിയാകുന്നൊരു സ്ഥലത്ത് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ വാട്ട് ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഈ ക്വസ്റ്റൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഞാൻ SHM നടക്കുന്ന ലൈൻ കൺസിഡർ ചെയ്തു. x = 0, x = +a, ഇത് -a. ഓക്കെ, അപ്പോൾ x = 0 നിന്ന് ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ചിന്തിക്കുവാണ്. അപ്പോൾ t = 0 ഇവിടെയാണ്. t = ഇവിടെ തന്നെ തിരിച്ചു ഇവിടെ പോയി ഇവിടെ എത്തുന്നതാണ് ടൈം പീരീഡ് ക്യാപിറ്റൽ T. അങ്ങനെ ഇവിടുന്ന് ഇവിടെ എത്തുന്ന ടൈം എത്രയാണ്, T/4 ആണ് അല്ലേ. അവിടുന്ന് വീണ്ടും ഇവിടെ എത്തുന്ന ഈ ടൈം T/2 ആണ്. ഇവിടെ എത്തുന്ന ടൈം എത്രയാണ്, 3T/4 ആണ്. ഫൈനലി ഇവിടെ തിരിച്ചെത്തുന്ന ടൈമാണ് ടൈം പീരീഡ് ക്യാപിറ്റൽ T. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ടൈം കൂടെ ഉണ്ട്. x = 0 എന്നൊരു ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്ത് എക്സാക്ട് മിഡ് വേ, അതായത് A/2 ഡിസ്പ്ലേസ്മെൻറ്റ് A/2 ആവുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എല്ലാവർക്കും അറിയാം. ടൈം എത്രയാണ്, T/12 ആണ്. ആ ടൈം നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളുക. T/12 ആണ്. അറിയാത്തവരുണ്ട് അത് ഓർത്ത് വെച്ചേക്കുക, T/12 ആണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ ആദ്യം ചിന്തിക്കുന്നത് T/8 ആണെന്നൊക്കെ അങ്ങ് ചിന്തിച്ചു പോകും. കാരണം ഇത് T/4 അതിൻ്റെ കറക്റ്റ് പകുതി, T/8 അങ്ങനെയല്ല. കാരണം ഇത് ആക്സലറേറ്റഡ് മോഷനാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഹാഫ് കവർ ചെയ്യുന്ന സ്പീഡിലല്ല ഈ ഒരു ഹാഫ് കവർ ചെയ്യുന്ന ആവറേജ് സ്പീഡ് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ടൈമിന് വ്യത്യാസം വരും. ഇത് T/12 എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, T/4 നിന്ന് T/12 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇറ്റ് ബിക്കം T/6 എന്ന് കിട്ടും. ഇതെങ്ങനെ T/12 കിട്ടിയെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട്, ജസ്റ്റ് ഒരു വാക്ക് ഞാൻ പറഞ്ഞേക്കാം. മീൻ പൊസിഷനിൽ തുടങ്ങുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമുക്ക് A sin ωt, ഇനിഷ്യൽ ഫേസ് ഒക്കെ ഒഴിവാക്കി A sin ωt എന്ന് എടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, എക്സിൻ്റെ അവിടെ A/2 കൊടുക്കണം. ദാറ്റ് ഈസ് A sin ωt. ഓക്കെ ആണല്ലോ. യെസ്, ആരെങ്കിലും മനസ്സിൽ സംശയം മാറിക്കോട്ടെ. A ക്യാൻസൽ ആയിപ്പോയി. sin ωt 1/2 വന്നു. അപ്പോൾ ωt = സൈൻ്റെ ഏത് വാല്യൂവിനെ 1/2 വരുന്നത്, 30 ഡിഗ്രിയാണ്. അപ്പോൾ π/6 ആണ്. അപ്പോൾ ω 2π/t ആണ്. 2π/t × t = π/6 ആണ്.
പൈ ക്യാൻസൽ ചെയ്ത് പോയി. ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ക്യാപിറ്റൽ T/12 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എനിവേ അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്, ഓർത്ത് വെച്ചോളൂ. ഇതൊക്കെ സിലബസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഐഡിയ എല്ലാവർക്കും മനസ്സിലുണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു പാർട്ടിക്കിളല്ല, 2 പാർട്ടിക്കിളുണ്ട്. 2 പാർട്ടിക്കിൾ ഒരേ ലൈനിലൂടെ തന്നെ പോകും. ഓക്കെ, x is equal to 0 ഇത്, x is equal to പ്ലസ് എ ഇതാന്ന് കൺസിഡർ ചെയ്യാം, ഇത് മൈനസ് എ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ 2 പേരും മീൻ പൊസിഷനിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം A/2 എന്നുള്ള ആംപ്ലിറ്റ്യൂഡ് A/2 എന്നുള്ള ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ രണ്ടുപേരും ഡിസ്പ്ലേസ്മെൻറ്റ് A/2 ആകുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോവുകയാണ്, ഒരാൾ ഇങ്ങോട്ട് വരുവാന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ഐഡിയ? 2 പേരും x is equal to 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരാൾ ഇങ്ങോട്ട് വരുന്ന പോലെയാണെങ്കിൽ ആദ്യം ഒരാൾ മോഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ആദ്യമായിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, അയാൾ ഇവിടുന്ന് ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ആളാണ് അല്ലേ? ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതിനുശേഷം ഇയാൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾ അങ്ങോട്ട് പോകുന്നത്, ഇത് രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേരും അവരുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് ടൈമിലാണ്. ഒന്നാമത്തെ ആൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പേർക്കും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് കിട്ടാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇവൻ ഇവിടെ പോയി ഇവിടെ എത്തി ആ ടൈമിനും ഇവൻ ഇവിടുന്ന് ഇവിടെ എത്തി ആ ടൈമിനും ഇടയ്ക്കുള്ള ആ ഒരു ടൈം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഫേസ് ഡിഫറൻസ് പറയാൻ പറ്റും. അല്ലെ പിന്നെ ഫേസർ വരച്ച് ചെയ്യണം, അല്ലെ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യണം. ഏറ്റവും എളുപ്പമാർഗ്ഗം ടൈം ഡിഫറൻസ് എടുക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? എന്തായാലും ആദ്യം ഒരാൾ മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് വേറെ ആൾ വരുമ്പോൾ അവർക്കിടയ്ക്ക് ഒരു ഫേസ് ഡിഫറൻസ് വരും. ഓക്കെ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളുടെ ആ ഒരു ടൈം ഓഫ് ജേർണി, അയാൾ മൊത്തം എടുത്ത ടൈം ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ അതിന് T1 എന്ന് വിളിക്കുവാണ്. ആദ്യത്തെ ആൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയിട്ട് ഇവിടെ തിരിച്ചെത്തി അല്ലേ? അപ്പോൾ അയാളുടെ അടുത്ത് മൊത്തം ടൈം നോക്കാം. അയാൾ ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു? T/4 ഉണ്ടോ? ഒന്നാമത്തെ ആൾ T/4 പ്ലസ് അയാൾ ഇവിടുന്ന് ഇവിടെയും കൂടി എത്തിയില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടൈം T/6 ആണ്, തിരിച്ചുള്ള ടൈമും T/6 തന്നെയാണ്. അപ്പോൾ T/4 പ്ലസ് എത്രയാണ്? T/6 എത്ര കിട്ടി? ദിസ് ഇസ് 10T/24 എന്ന് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു 5T/ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, രണ്ടാമത്തെ പാർട്ടിക്കിളിലേക്ക് വരാം. സെക്കൻഡ് പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അത് ഇവിടുന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്താനുള്ള അതിൻ്റെ ടൈം എത്രയാണ്? അത് T/12 ആണ്. ദാറ്റ് ടൈം ഈസ് T/12. മനസ്സിലായോ? ഓക്കെ, ഈ 2 ടൈമിനിടയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഫേസിനിടയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്, 2 പേർക്കും ഇടയ്ക്ക് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ടൈം ഡിഫറൻസ് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ടൈം ഡിഫറൻസ്? T1 minus T2. That's equal to 5T/12 മൈനസ് എത്രയാണ്? T/12 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എത്ര വരും? 5T/12 മൈനസ് T/12 എത്ര വരും? 4T/12 വരും. 4T/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? T/3 ആണ്. അപ്പോൾ നമുക്ക് ആ ടൈം ഡിഫറൻസ് T/3 കിട്ടി. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ചേഞ്ച് 2π ആണ്. ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ചേഞ്ച് എത്രയാണ്? 2π ആണ്. ഇപ്പോൾ ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫേസ് ചേഞ്ച് പറഞ്ഞാൽ അത് 2π 360 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെ ഇവിടെ നമുക്ക് വേണ്ട ഏത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? T/3 കറസ്പോണ്ടിങ് ആയിട്ടല്ലേ? ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2π ആണ്. T/3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ചേഞ്ച് എത്രയാണ്? 2π/3 അഥവാ 120 ഡിഗ്രി. അവർ ആൻസർ ഈസ് 2π/3. വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് വൺ? 2π/3 വരുന്ന ഓപ്ഷൻ നോക്കിയേ. 2π/3 വരുന്ന ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് വൺ. ക്ലിയർ? ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്, നമ്മൾ ശ്രദ്ധിച്ചേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ചിന്തിച്ചാൽ ചെയ്ത് അല്ലേ? ആർക്കും തെറ്റിയിട്ടില്ല, എന്നാലും നമ്മൾ നോക്കി പോകേണ്ട ഒരു ക്വസ്റ്റൻ തന്നെയാണ് അല്ലേ? ഓക്കെ, 2π/3 ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് വൺ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റൻ. ക്വസ്റ്റൻ നമ്പർ 25 ഡയറക്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയാനില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ദ കൈനറ്റിക് എനർജി ഉണ്ടോ? സ്ട്രേറ്റ് ക്വസ്റ്റൻ, പെട്ടെന്ന് പറഞ്ഞു പോകാം, വേറെ ഒന്നും ആലോചിക്കാനില്ല. കൈനറ്റിക് എനർജി ഇൻ SHM. Kinetic energy in SHM represented by K is equal to K0 cos square omega t ആണ്. Then maximum potential energy will be ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. Kinetic energy maximum value എന്ന് പറഞ്ഞാലും potential energy maximum value എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ലേ? അത് ടോട്ടൽ എനർജി തന്നെയല്ലേ? ഇവിടെ kinetic energy maximum value ആണോ ചോദിച്ചിരിക്കുന്നത്? potential energy maximum value ആണ് ചോദിച്ചിരിക്കുന്നത്. Then the maximum value of potential energy. Potential energy maximum value എന്ന് പറഞ്ഞാൽ conservation of energy അല്ലേ? ഒന്ന് maximum മറ്റൊന്ന് 0 ആവുമല്ലേ? എങ്കിലേ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആവുള്ളൂ, കോൺസ്റ്റന്റ് നിൽക്കുകയുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ തന്നെയാണ്.
kinetic energy maximum value നോക്കി എത്രയാ kinetic energy maximum value k0 cos square omega t ക്കകത്ത് maximum value എത്രയാ അത് k0 ആണ് k0 അല്ലേ which option option 1 straight question option 1 okay move to the next question number 26 ലേക്ക് വരാം ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനകത്തൊന്നും തന്നെ ആലോചിക്കാനൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാം നോക്കാം Okay, if the length of a simple pendulum is made 9 times, length 9 times ആക്കി, mass of the bob 4 times ആക്കി, then the value of time period becomes. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ടൈം പീരീഡിനകത്ത് എന്താ ചേഞ്ച് ഉണ്ടാവും നമുക്കറിയാം ടൈം പീരീഡ് t is equal to 2 pi root L by g. This is time period 2 pi root L by g. ടൈം പീരീഡിനകത്ത് ചേഞ്ച് നോക്കുമ്പോൾ ലെങ്തിന് എത്ര ടൈംസ് ആക്കി ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് മെയ്ഡ് 9 ടൈംസ് മാസ് ഓഫ് ദി ബോബ് ഈസ് മെയ്ഡ് 4 ടൈംസ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ലെങ്ത് എത്ര ടൈംസ് 9 ടൈംസ് ആണ് 9 എൽ എന്ന് വന്നു ഡിവൈഡ് ബൈ ജി വന്നു 9 റൂട്ട് 3 വന്നു ദിസ് ഇസ് 3 ടൈംസ് ആദ്യത്തെ ടൈം പീരീഡ് വന്നു ഡയറക്റ്റ് അല്ല ഒന്നും തന്നെ ആലോചിക്കാനുള്ള ക്വസ്റ്റ്യനാണ് 3t പക്ഷേ ഇതൊക്കെ ഈ ഒരു എക്സ്പ്രഷനും മാസിനെ ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്ന ക്വസ്റ്റ്യൻസ് വരും അതുകൊണ്ടാണ് അപ്പോൾ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് വൺ 27ലേക്ക് വരാം 27 സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ടി വരും അതിനകത്ത് എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ട് അല്ലേ നോക്കാം ഒന്ന് വായിക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക യെസ് The maximum velocity of a particle executing SHM is v. Maximum velocity v ആണ് maximum velocity എന്ന് പറയുന്നത് a omega അല്ല a omega v ആണ് amplitude is doubled amplitude എന്ത് ചെയ്തു ഡബിൾ ചെയ്തു amplitude is doubled and the time period of the oscillation decreased to 1/3 എന്ന് പറഞ്ഞിരിക്കുന്നു of its original value time period 1/3 of its original value അപ്പോൾ original value by 1/3 എന്ന് എടുത്താൽ മതി original value by 3 the maximum velocity becomes maximum velocity എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ മാക്സിമം വെലോസിറ്റിയുടെ മാത്രം ഐഡിയ ആകുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പ്രഷൻ ഉപയോഗിക്കാം ആദ്യത്തെ മാക്സിമം വെലോസിറ്റി വി ആണ് അല്ലേ എന്താ മാക്സിമം വെലോസിറ്റി എക്സ്പ്രഷൻ SHM മാക്സിമം വെലോസിറ്റി a ഒമേഗയാണ് ക്ലിയർ a ഒമേഗയാണ് ഇനി ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് അവർ ടൈം പീരീഡിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ടൈം പീരീഡ് കണ്ടോ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒമേഗ മാറ്റി a ഇൻറ്റു ഒമേഗയുടെ അവിടെ എന്ത് കൊടുക്കാം 2π/t എന്ന് കൊടുക്കാം ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കം വി ഡാഷ് എന്ന് എഴുതി നോക്കാം വി ഡാഷ് ഇസ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡബിൾഡ് ആംപ്ലിറ്റ്യൂഡ് ഡബിൾ അവിടെ 2a എന്ന് എഴുതി ഓക്കെ ഇൻറ്റു 2π/t ടി എന്ത് സംഭവിച്ചു ടി ടൈം പീരീഡ് ഓഫ് ദി ഓസിലേഷൻ ഡിക്രീസ് ടു 1/3 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ടി ആണ് അതിൻ്റെ 1/3 t/3 എന്ന് തോന്നുന്നു നമുക്ക് ഈ 3 മുകളിലോട്ട് മാറ്റുവാണെങ്കിൽ 3 × 2 6 വന്നു 6a × 2π/t എന്ന് വന്നു ശരിയല്ലേ എന്താ a × 2π/t അത് v അല്ലേ അപ്പോൾ v ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി v ഡാഷ് ഈസ് ഈക്വൽ ടു 6v എന്ന് കിട്ടി കണ്ടോ ആദ്യം പറഞ്ഞ വെലോസിറ്റി 6 ടൈംസ് ആണ് ഇപ്പോഴത്തെ വെലോസിറ്റി ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ 6v ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ ക്ലിയർ ആണല്ലോ കറക്റ്റ് ആണ് ഓപ്ഷൻ 3 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് വരാം ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം The length of a simple pendulum executing SHM is increased by 21%. Length 21% increase ചെയ്തു ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് The percentage increase in the time period of the pendulum of increased length is ഇപ്പോഴത്തെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ത് കണ്ടുപിടിക്കണം ടൈം പീരീഡ് കണ്ടുപിടിക്കണം മേ ബി എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നൊരു കാര്യം ടൈം പീരീഡ് നമുക്കറിയാം എക്സ്പ്രഷൻ അറിയാം ടൈം പീരീഡ് t is equal to 2π√L/g അല്ലേ ടൈം പീരീഡ് 2π√L/g അല്ലേ അപ്പോൾ ടി എൽ റിലേഷൻ അറിയാം ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആണ് ഇത് ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ചിലരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനകത്ത് നമ്മൾ എറർ റൂളുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രൊപ്പഗേഷൻ റൂൾസ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഐഡിയ വന്ന് കാണും അല്ലേ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം അല്ലേ ഇറ്റ്സ് ഓക്കെ നമുക്ക് റൂൾ ഉപയോഗിച്ച് നോക്കാം പ്രൊപ്പഗേഷൻ റൂൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ടി പ്രൊപ്പോർഷണൽ ടു √L അഥവാ ടി പ്രൊപ്പോർഷണൽ ടു L⁻² 1/2 then we can write delta t/t into 100 percentage of change in time period ആണ് ചോദ്യം ക്വസ്റ്റൻ അതാണ് delta t/t into 100 is equal to 1/2 into delta L/L into 100 ശരിയല്ലേ ക്വാണ്ടിറ്റി റേസ് ടു പവർ വന്നാൽ പവർ ഇൻറ്റു ക്വാണ്ടിറ്റിയുടെ എറർ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഡെൽറ്റ L/L into 100 എന്ന് പറയുന്നത് എത്രയാണത് അതാണ് 21% തന്നിരിക്കുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1/2 into 21% എന്ന് വന്നു ഇറ്റ് ബിക്കം 20/2 10.5 വന്നു അപ്പോൾ 10.5% ആണ് നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ 10.5%.
ഈ 10.5% വന്നാൽ നോക്കി ഓപ്ഷൻ നോക്കി ഇവിടെ 10 ഉണ്ട് 11 ഉണ്ട് ഏത് നമ്മൾ ടിക്ക് ചെയ്യും 10 എടുക്കുമോ 11 എടുക്കുമോ മേ ബി നിങ്ങൾ ആൻസർ അറിയാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ടിക്ക് ചെയ്യും 11 ടിക്കുകയോ 10 ടിക്കുകയോ നിങ്ങൾ 10 ടിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് മെത്തേഡ് അല്ല അല്ലേ ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയില്ല കാരണം റൂൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു എറർ വളരെ കുറഞ്ഞിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ ഒരു 2ഓ 1ഓ 4ഓ 5 താഴേക്കാണ് ഏറ്റവും കറക്റ്റായിട്ട് ഏതാണ്ട് കിട്ടും ഒരു അപ്രോക്സിമേഷൻ അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ മെത്തേഡ് തന്നെയാണ് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ് ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഡാഷ് മൈനസ് ടി ഇൻക്രീസ് ചെയ്യുമല്ലേ അപ്പോൾ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ടി ഡാഷ് മൈനസ് ടി ബൈ ടി ഇൻറ്റു 100 ഒറിജിനൽ ബൈ ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ഓക്കെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ടി പറ്റി അറിയാം ടി ഡാഷ് ഒന്ന് നോക്കാം ടി ഡാഷിനെ പറ്റി നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓക്കെ എന്ന് എഴുതാം ടി ഡാഷ് പ്രൊപ്പോർഷണൽ ടു എന്താണ് റൂട്ട് എൽ ഡാഷ് എന്ന് എഴുതാം അല്ലേ ടി ഡാഷ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ഡാഷ് എന്ന് എഴുതാം എൽ ഡാഷ് എത്രയാണ് 21% കൂടി എന്ന് പറയുമ്പോൾ എൽ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എല്ലിനോട് 21% ഓഫ് എല്ലും കൂടെ ആഡ് ചെയ്യണം അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ്ഡ് ബൈ 21% അപ്പം എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് 21% എന്ന് പറയുമ്പോൾ 21% ഓഫ് എൽ ദാറ്റ് ഈസ് എൽ പ്ലസ് 21% 21/100 ഇൻറ്റു എൽ കറക്റ്റ് അല്ലേ ദിസ് ഈസ് ഈക്വൽ ടു 121L ബൈ എത്രയാണ് 100 ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ടി ഡാഷ് പ്രൊപ്പോർഷണൽ ടു എടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ ഇതാ വരും റൂട്ടിനുള്ളിൽ വരുന്ന ടേം ഇതാണ് അല്ലേ അപ്പോൾ 121 റൂട്ട് എത്രയാണ് 11 ആണ് പിന്നെ റൂട്ട് എന്ത് വരും എൽ വരും ഡിവൈഡ് ബൈ 100 റൂട്ട് എത്രയാണ് 10 വരും കണ്ടോ നമുക്കിനി ഇത് നമ്മുടെ റിലേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി സിമ്പിളാണ് ദിസ് ഈസ് ഈക്വൽ ടു ടി ഡാഷ് എത്രയാണ് 11 ബൈ 10 റൂട്ട് എൽ ഉണ്ട് മൈനസ് പ്രൊപ്പോർഷണാലിറ്റി ആണ് അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യാതൊരു ചേഞ്ചും ഇല്ല നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി പിന്നെന്താ റൂട്ട് എൽ വരുന്നുണ്ട് മൈനസ് റൂട്ട് എൽ ഡിവൈഡ് ബൈ എന്ത് തന്നെ റൂട്ട് എൽ തന്നെ വരും ഇൻറ്റു എന്തെടുക്കണം 100 സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയല്ലോ ഓക്കെ പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും കേട്ടോ റൂട്ട് എൽ എല്ലാ ടൈമിൽ നിന്നും പോയി ദിസ് ഇസ് ഈക്വൽ ടു 11/10 മൈനസ് 1 വന്നു ഇൻറ്റു 100 വന്നു 11 മൈനസ് 10 ബൈ 10 വരെ 11 മൈനസ് 10 എന്ന് പറയുമ്പോൾ അത് 1 ആണ് 1/10 വന്നു അല്ലേ കറക്റ്റ് 1/10 ഇൻറ്റു 100 വന്നു ഒരു 10 ടേം ക്യാൻസൽ ആയി പോയി ദിസ് ഇസ് ഈക്വൽ ടു 10% ഈസ് അവർ ആൻസർ എനിക്ക് തോന്നുന്നു ആർക്കും തെറ്റിയിട്ടൊന്നുമില്ല അപ്രോക്സിമേഷൻ ഐ ഡി ഉപയോഗിക്കുമ്പോൾ ഓപ്ഷൻ അത്ര ക്ലോസ് ആകുമ്പോൾ ഒരു സംശയം തോന്നുമായിരുന്നു നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് വൺ 10% ഓക്കെ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഏതാണ്ട് നമ്മൾ 29th ക്വസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് 29th ക്വസ്റ്റിലേക്ക് വരാം സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ഒന്ന് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാം ഓക്കെ ഒന്ന് വായിച്ചു നോക്കാം സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല എ ബോഡി ഓഫ് മാസ് 20 gram എ ബോഡി ഓഫ് മാസ് 20 gram കണക്റ്റഡ് ടു എ സ്പ്രിംഗ് ഓഫ് കോൺസ്റ്റന്റ് കെ എക്സിക്യൂട്ട് SHM വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 5 Hz ദ വാല്യൂ ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി മാസ് അറിയാം ഫ്രീക്വൻസി അറിയാം ഓക്കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ എന്താ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ് അല്ലേ ഇതല്ലേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എം ഒമേഗ സ്ക്വയർ ആണ് മാസ് ഈസ് ഗിവൺ അതുപോലെ മാസ് തന്നിട്ടുണ്ട് അതുപോലെ എന്താ തന്നിരിക്കുന്നത് ഒമേഗ തന്നിട്ടുണ്ടോ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എം ഇൻറ്റു ഒമേഗയുടെ അവിടെ 2π കൊടുക്കാം കറക്റ്റ് അല്ലേ 2π ഒമേഗ 2π അല്ല അതിൻ്റെ എന്തെടുക്കണം സ്ക്വയർ എടുക്കണം എം എത്രയാണ് നോക്കാം എം എത്രയാണ് 20 gram 20 ഗ്രാമിനെ കിലോഗ്രാം ആക്കി 10⁻³ വന്നു ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എത്ര വന്നു 4 വന്നു ഇൻറ്റു പൈ എത്രയാണ് പൈയുടെ വാല്യൂ കൊടുക്കാം നമുക്ക് ഇവിടെ പൈ വരുന്നുണ്ട് അപ്പോൾ പൈ സ്ക്വയർ എഴുതി പിന്നെ ഫ്രീക്വൻസി ന്യൂ എത്രയാണ് അത് 5/π ആണ് 5ൻ്റെ സ്ക്വയർ 25 വന്നു ഡിവൈഡ് ബൈ പൈയുടെ സ്ക്വയർ വന്നു കണ്ടോ പൈ സ്ക്വയർ ക്യാൻസൽ ദിസ് ഇസ് ഈക്വൽ ടു 4 × 25 100 ആണ് 4 × 25 100 ഇവിടെ ഒരു 10 ഉണ്ട് 10⁻³ വരും 10⁻³ 10⁻³ ക്യാൻസൽ ആയി പോയി വി ഗെറ്റ് 2 Newton/meter ഈസ് അവർ ആൻസർ കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്തോണം കേട്ടോ 2 Newton/meter ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് വൺ 2 Newton/meter ഓക്കെ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 30 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം യെസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചൊന്ന് വായിക്കുക 30 ക്വസ്റ്റ്യൻ നമ്പർ 30 സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ ഓക്കെ കറക്റ്റ് റെസ്റ്റ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ കാണാറുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഒറിജിൻ എ ബോഡി ഓസിലേറ്റ് സിമ്പിൾ ഹാർമോണിക്കലി വിത്ത് എ പീരീഡ് ഓഫ് 2 seconds 2 second ടൈം പീരീഡ് ആണ് ഓക്കെ ആഫ്റ്റർ വാട്ട് ടൈം വിൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി ബി 75% ഓഫ് ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി
ടോട്ടൽ എനർജിയുടെ എത്ര പെർസെൻറ്റേജ് ആവണം? 75% ആകുന്ന ടൈം ഏതാണ്? ക്വസ്റ്റ്യൻ ടൈമാണ് ചോദിച്ചിട്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അത് ടൈം വരണ്ടേ? അല്ല, നമ്മൾ നേരത്തെ നമ്മൾ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതിയിട്ട് പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ള റിലേഷൻ അല്ല, അത് ഉപയോഗിച്ച് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പോകും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോയി നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിൻ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ t = 0 ഒറിജിനിലാണ്. ഇപ്പോൾ t = 0 ഒറിജിനിലാണെങ്കിൽ ഇനിഷ്യൽ ഫേസൊക്കെ ഒഴിവാക്കി നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഫംഗ്ഷൻ ആണല്ല? സൈൻ്റെ ആണോ കോസിൻ്റെ ആണോ? സൈൻ്റെ ഫംഗ്ഷൻ അല്ല നല്ലത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് ഞാൻ x = a sin ωt എന്ന് എഴുതി. അപ്പോൾ കറക്റ്റ് അല്ലേ? ടൈം 0. അപ്പോൾ ടൈം 0, അപ്പോൾ സൈൻ 0 എത്രയാണ്? 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ എന്നുള്ള കറക്റ്റായിട്ട് ഒറിജിനലിലെ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടി. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി കിട്ടാൻ വേണ്ടി എൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ എന്ത് വന്നു? a sin ω ഡിഫറൻഷ്യൽ എന്താണ്? cos ωt ആണ്. ഇൻറ്റു എന്ത് വരും? ഒമേഗ വരും. അപ്പോൾ v = ωa cos ωt എന്ന് കിട്ടി. ഇനി കൈനറ്റിക് എനർജി എഴുതാം. കൈനറ്റിക് എനർജി = ½ mv² ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ½ × m × v². ω² വന്നു, a² വന്നു, കറക്റ്റ് അല്ലേ? ω² a² എന്ത് വന്നു? cos² ωt വന്നു, കറക്റ്റ് അല്ലേ? ω² a² cos² ωt വന്നു. അതാണ് ഇപ്പോൾ കൈനറ്റിക് എനർജി. mω² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കൈനറ്റിക് എനർജി k എന്ന് കൊടുക്കാം അല്ലേ? ഇവിടെ നമുക്ക് k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ½ × mω² k ആണ്, a² cos² ωt വന്നു. ഓക്കെ, ക്വസ്റ്റൻ അത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇത് എത്രയാവണം? 75% ഓഫ് ടോട്ടൽ എനർജി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 75% ഓഫ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എത്രയാണ്? ½ kA² ആണ്. ½ kA² ആണല്ലോ ടോട്ടൽ എനർജി. അപ്പോൾ 75% ഓഫ് ½ kA² ആവണം. നമുക്കറിയാം 75% എത്രയാണ്? 3/4 അല്ലേ? അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ½ × k × a² cos² ωt is equal to 3/4. കറക്റ്റ് അല്ലേ? 75 3/4 ½ kA² വരും. ½ kA² വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ½ kA² രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, വി ഗെറ്റ് cos² ωt. cos² ωt is equal to 3 കിട്ടി, 3/4 കിട്ടി. ഉണ്ടാവും. cos² ωt 3/4 ആണെങ്കിൽ cos ωt is equal to എത്രയാണ്? സ്ക്വയർ റൂട്ട് എടുത്തേ. അപ്പോൾ √3 ഡിവൈഡഡ് ബൈ എത്ര വന്നു? 2 വന്നു. √3 ഡിവൈഡ് ബൈ 2 വന്നു. അപ്പോൾ അത് √3 ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ നമുക്ക് കോസിൻ്റെ ടൈം അല്ല കണ്ടുപിടിക്കേണ്ട, ഈ വാല്യൂ ഈക്വൽ ടൈം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ cos ωt √3/2 ആണ്. ωt എന്ന് പറഞ്ഞാൽ എത്രയാണ്? ωt π/ എത്ര വരും? π/ ωt എന്ന് പറഞ്ഞാൽ അത് 30 ഡിഗ്രി ആണ് അല്ലേ? 30 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് π/6 ആണ് അല്ലേ? π/6 ആണ്. അപ്പോൾ ωt ഈസ് ഈക്വൽ ടു π/6 ആണെങ്കിൽ ω എന്താണ്? 2π/t അല്ലേ? അപ്പോൾ 2π/t ഇൻറ്റു t ഈസ് ഈക്വൽ ടു π/6. π ക്യാൻസൽ. 2/t ഇൻറ്റു t ഈസ് ഈക്വൽ ടു 1/6 കിട്ടില്ല. എനിക്കൊന്നും ക്വസ്റ്റിനകത്ത് അവർ t പറയുന്നുണ്ടാവും, ടൈം പീരീഡ് പറയുന്നുണ്ടാവും. നോക്കാം. ടൈം പീരീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 സെക്കൻഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടൈം പീരീഡ് 2 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2/2 ഇൻറ്റു t ഈസ് ഈക്വൽ ടു 1/6. t ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/6 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ 1/6 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ ഏതാ ശരി? ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് വൺ, 1/6 സെക്കൻഡ്. ഓക്കെ ഓക്കെ, നമുക്കെന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക. ക്വസ്റ്റിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ നല്ലോണം നോക്കി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ അഥവാ നാളത്തെ ദിവസം, വ്യാഴാഴ്ച ദിവസം നമ്മുടെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആയിരിക്കുകയില്ല. പകരം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഡോക്ടർ വിപിൻ വി റോൾഡൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. മോട്ടിവേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. റെഗുലർ ടൈമിൽ തന്നെ അത് 7 PM തന്നെ സ്റ്റാർട്ട് ചെയ്യും. അറ്റൻഡ് ചെയ്യുക. നീറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷനും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഡോക്ടറിൻ്റെ ക്ലാസ് നിങ്ങൾ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഒത്തിരി ഉപകാരപ്പെടും. ഡോക്ടർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അദ്ദേഹം ഒരുപാട് ഫോമാറ്റിക് ക്ലാസ്സുകൾ എടുക്കുകയും ഒരുപാട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ നല്ലോണം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓസിലേഷൻ വേവ്സ് എന്നുള്ള സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ടോപ്പിക്കുകൾ, ഡൗട്ടുകൾ, കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും ഡൗട്ട് ക്ലിയറിനൊക്കെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഒപ്പം നീറ്റിൻ്റെ ഈ ഒരു ഫോർമാറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഫോർമാറ്റ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, യെസ്.